ഒരാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക. ആ പെണ്ണ് കാണാൻ ചെല്ലുക. ഏതോ ഒരു വാപ്പ നെഞ്ചിൽ കിടത്തി വളർത്തിയ ഏറ്റവും സ്നേഹം കൊടുത്ത ഒരു പെണ്ണിനെ ഒരു ചെക്കൻ പെണ്ണ് കാണാൻ ചെല്ലും ഒരു 10-24 വയസ്സാവുമ്പോ. എന്നിട്ട് ആ പെണ്ണിനെ ഇങ്ങനെ കണ്ടിട്ട് ആ ചെക്കൻ പറയും, എനിക്ക് ഇഷ്ടായി. അവിടുന്ന് ആ പെണ്ണും ആ ചെറുക്കനും കൂടി ഒരു ജീവിതം തുടങ്ങും. ബാപ്പ ഇഷ്ടമില്ലാതിരുന്നിട്ടും മോളെ അങ്ങോട്ട് കൊടുക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല വാപ്പക്ക്. പക്ഷെ റസൂലും അള്ളയും കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം തന്റെ മകളെ കൈ കൊടുത്തിട്ട് ഒരു ചെക്കന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അതിന്റെ പേരാ നിക്കാഹ്. ആ ഏൽപ്പിച്ചു കൊടുത്ത പെണ്ണിനെ എല്ലാരും കൂടി ചെന്ന് കൂട്ടിക്കൊണ്ടുവരും. എങ്ങോട്ടാ? ഭർത്താവിന്റെ വീട്ടിക്ക്. എന്നിട്ട് ഭർത്താവിന്റെ ഉമ്മ കണ്ടു കൊടുക്കും. എന്നിട്ടോ അവിടെ മുതല് ഉമ്മാന്റെ കുത്ത്, നാത്തൂമാരെ കുത്ത്. എന്നിട്ട് ആ പെണ്ണ് ഇങ്ങനെ അസ്വസ്ഥമായി, പ്രശ്നമായി. അമ്മായിമന്റെ പോര്, നാത്തൂന്റെ പോര്, നാത്തൂമാരെ കിടക്കുന്നു വരും. എന്നിട്ടൊരു പുകട്ടാണ് പോവും അല്ലെ. എന്നിട്ട് അവിടെ ആകെ അസ്വസ്ഥത. അതിനിടയിൽ കുറെ കുട്ടികളെ നോക്കാൻ കഴിയില്ല. പെണ്ണാകെ അസ്വസ്ഥം. എല്ലാ ദേഷ്യവും മക്കളിൽ തീർക്കുന്നു. എന്നിട്ടോ മക്കളും എരപ്പായി. നേരത്തെ പറഞ്ഞല്ലോ, ഹാൻസും കള്ളും കഞ്ചാവും പ്രേമവും. മക്കളൊക്കെ എരപ്പാവുണ്ട്. കാരണം എന്താ? വീട്ടിനകത്ത് സ്വസ്ഥതയില്ലാത്ത ഒരു പെണ്ണ് മക്കളെ പോറ്റിയാൽ ആ മക്കൾ ഒരിക്കലും നന്നാവില്ല. മക്കളെ പോറ്റാൻ ഒരു പെണ്ണിന് വേണ്ടത് എന്താ? സ്വസ്ഥതയാണ്, സമാധാനമാണ്, സന്തോഷാണ്. അപ്പൊ ഈ പെണ്ണിന് ഇത് കിട്ടാത്തിടത്തോളം കാലം ഒരു മക്കളും പോറ്റിയാൽ നന്നാവില്ല. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളോ പെണ്ണിനൊരു സമാധാനം കൊടുക്കൂല. ആര്? ചെക്കന്റെ അമ്മ, ചെക്കന്റെ പെങ്ങന്മാർ കൊടുക്കുവോ? നിങ്ങൾ പറ. എന്നിട്ട് ആ വീട്ടിനകത്ത് ആകെ പ്രശ്നം. അവിടെ വളരുന്ന കുട്ടികളാണ് ഈ കഞ്ചാവ് തേടി പോകുന്നത്. അവിടെയാണ് പ്രേമമുണ്ടാവുന്നത്. ഇവിടെ നിന്നുകൊണ്ടാണ് വിവാഹം എന്നത്, കുടുംബം എന്നത് എന്താണ് എന്നും എന്തിനാണ് എന്നും കുടുംബക്കാർ അറിഞ്ഞിരിക്കേണ്ടത്. ഞാൻ എന്താ പറഞ്ഞേ? ഇവിടെ നിന്ന് ഒരു മികച്ച ഇടമാണ്, സുന്ദരമായ സ്ഥലമാണ് കുടുംബം എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. ആർക്ക്? നമ്മളെ മക്കൾക്ക്. അതിനെന്താ ഒരു വഴി? ഒറ്റ വഴിയുള്ളൂ. കുടുംബം എന്നത് ഒരാണ് ഒരു പെണ്ണിനെ കെട്ടുക. എന്നിട്ട് പൊരേ കൊണ്ടേ കണ്ട് പറഞ്ഞാണ്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇതൊന്നും അല്ല കുടുംബം. ഇങ്ങനെ ഒരു കുടുംബം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നില്ല. ഇങ്ങനെ ഒരു കുടുംബം ഇസ്ലാം വിഭാവനം ചെയ്തില്ല. അപ്പൊ നമ്മളെ കുടുംബത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. എന്താ ശരിക്കും ഈ കുടുംബം? ഇനി ഞാൻ പറയണത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ ചുരുക്കി പറയുള്ളൂ, ശ്രദ്ധിക്കണം. 3 കാര്യം. മനുഷ്യൻ എന്ന ജീവിക്ക് എന്താണ് വേണ്ടത് എന്ന് ഒരു ചോദ്യമുണ്ട്. മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ മനുഷ്യന്റെ തത്വചിന്തകർ മനുഷ്യനോട് ചോദിച്ച ചോദ്യം, എന്താ നിങ്ങൾക്ക് വേണ്ടത്? മനുഷ്യൻ എന്താ വേണ്ടത്? ഒരു പോത്തിനോട് ചോദിച്ചു നോക്ക്, പോത്തിന് എന്താ വേണ്ടതെന്ന്. ഒന്നും വേണ്ട. അതിന് വിശക്കുമ്പോൾ പുല്ല് കിട്ടിയാൽ മതി, ദാഹിക്കുമ്പോൾ വെള്ളം കിട്ടിയാൽ മതി. ഓക്കെ. ഇടക്കിടക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു ഇണയെ കിട്ടണം. അത് പെർമനന്റ് ആയിട്ടൊന്നും വേണ്ട. അങ്ങനെ പോകും. കുറെ ചാണകൂട്ട് എവിടെയെങ്കിലുമൊക്കെ കിടന്ന് എവിടെയെങ്കിലുമൊക്കെ വിശ്രമിച്ച് തിന്നാൻ കിട്ടി ഒരു പോത്ത് ഇങ്ങനെ പോകും. ഒരു പട്ടിക്ക് എന്താ വേണ്ടത്? ഒരു പൂച്ചക്ക് എന്താ വേണ്ടത്? ഒരു കോഴിക്ക് എന്താ വേണ്ടത്? ഉത്തരണ്ട്. മനുഷ്യൻ എന്താ വേണ്ടത്? ഭക്ഷണമാണോ? വസ്ത്രമാണോ? അധികാരമാണോ? പണമാണോ? വലിയ വീടാണോ? മികച്ച വണ്ടിയാണോ? മനുഷ്യൻ എന്താ വേണ്ടത്? മനുഷ്യനോട് ചോദിച്ച ചോദ്യമാണിത്. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്റെ പ്രിയപ്പെട്ടവർക്ക് ഇന്ന് കിട്ടണം. എന്താ മനുഷ്യന് വേണ്ടത്? 3 എണ്ണം. മനുഷ്യന് വേണ്ട സാധനം 3 എണ്ണം. ഈ 3 എണ്ണം കിട്ടിയിരിക്കണം. ഇല്ലെങ്കിലോ അവൻ അസ്വസ്ഥനാകും. ഏതാണ് 3 എണ്ണം? ഈ 3 സാധനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത അറിയോ? ഇത് സഞ്ചിയിൽ വാങ്ങാൻ കഴിയൂല, സൂപ്പർ മാർക്കറ്റിൽ കിട്ടൂല, ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. ഈ 3 എണ്ണം കഴിയില്ല. ലോകം എത്ര വളർന്നാലും, എന്തൊക്കെ സംവിധാനങ്ങൾ വന്നാലും, പുരോഗതിയുടെ ഉത്തുംഗ ശൃംഖത്തിലെത്തിയാലും ഞാൻ പറയുന്ന ഈ 3 എണ്ണം കിട്ടൂല. നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടൂല. ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ ചെന്ന് നോക്ക്, കിട്ടൂല. ഒരു സഞ്ചിയിൽ വാങ്ങാൻ കഴിയൂല, ഒരു കവറിൽ കിട്ടൂല. അതെന്താ ഈ 3 എണ്ണം? 1 മനസ്സമാധാനം കിട്ടുവോ? സഞ്ചിയിൽ. സംതൃപ്തി കിട്ടുവോ? സന്തോഷം. മനുഷ്യനെന്താ വേണ്ടത്? 3 എണ്ണം. മനസ്സമാധാനം, സംതൃപ്തി, സന്തോഷം. എവിടെ കിട്ടും? എവിടെ കിട്ടും? കിട്ടൂല. ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുമോ? ഇല്ല, കിട്ടൂല. മനുഷ്യനിങ്ങനെ ഓട്ടമാണ് ഈ സാധനം കിട്ടാൻ. നമ്മുടെ കുട്ടികളോട് ചോദിച്ചു നോക്ക്, എന്തിനാ മോനെ ഈ ആൻസ് ഇങ്ങനെ വായിൽ വെക്കണത്? എന്തിനാ ഈ കള്ള് ഇങ്ങനെ കുടിക്കണേ? സമാധാനത്തിന് അല്ലേ? കിട്ടുവോ? അത് ഉപയോഗിക്കുമ്പം കുറച്ച് നേരം ഉണ്ടാവും, പിന്നെ കള്ളുടിച്ചാൽ ബോധം പോകും. ബോധം പോയാൽ പിന്നെ ഒന്നുമില്ലല്ലോ. ബോധം വരുമ്പോഴോ പിന്നെ സമാധാനം പോകും, വീണ്ടും കള്ളുടിക്കും, അവസാനം കരള് പോയി ആള് മരിക്കും. ഇതല്ലേ സംഭവിക്കുക. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? 3 കാര്യങ്ങൾ.
സംതൃപ്തി, സമാധാനം, സന്തോഷം. എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാർ, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, കുട്ടികൾ, ചെറുപ്പക്കാർ, വയസ്സായവർ ഒക്കെ മനസ്സിലാക്കി വെക്കണം. ഈ മൂന്നെണ്ണം, കുടുംബം എന്നാൽ എന്ത്? ഒരാണും ഒരു പെണ്ണും. ഇത് മൂന്നും കിട്ടാൻ വേണ്ടി, സമാധാനവും സംതൃപ്തിയും സന്തോഷവും കിട്ടാൻ വേണ്ടി ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് ചേരുന്നതിന്റെ പേരാണ് കുടുംബം. നമ്മളിപ്പോ കേൾക്കുക അല്ലെ, ഇത് മൂന്നും കിട്ടാൻ വേണ്ടി ഒരാണും പെണ്ണും ഒരുമിച്ച് ചേരുന്നതാണ് കുടുംബം. അപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ വിചാരിക്കും കല്യാണം കഴിഞ്ഞ് അന്ന് പോയ സാധനത്തിന്റെ പേരാപ്പത് മൂന്നെണ്ണം അല്ലെ. കല്യാണം കഴിയണ വരെ സമാധാനം ഉണ്ടേനി, സംതൃപ്തി ഉണ്ടേനി, നല്ല സന്തോഷം ഇനി, പാപ്പയെ പോറ്റിനി. അത് കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയാണ് അമ്മായിമ്മന്റെ കുത്ത്, നാത്തുമാരെ പോര്, അങ്ങോട്ടും ഇങ്ങോട്ടും വാശി, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ്. എവിടെയാ കൂട്ടരെ നമ്മൾ സ്വർഗത്ത് പോവുക? എവിടെയാ പോവുക? കുറെ നിസ്കരിച്ചാ സ്വർഗത്ത് പോകുന്ന വിചാരിച്ചു വെച്ച പാപന്മാരുണ്ട് ഇതില്. കുറെ നോമ്പ് വെച്ചാ സ്വർഗത്ത് പോകുന്ന വിചാരിച്ച ചെമ്മാരുണ്ട്. പോവൂല. നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, ഉംറ കൊണ്ട് സ്വർഗത്ത് പോവില്ല. നിങ്ങൾ വെറുതെ വിചാരിക്കുക, ആ സാധനമൊക്കെ അവിടെ കിടക്കും. മനുഷ്യനോട് ചെയ്തത് മുഴുവൻ പൊരുത്തപ്പെടാതെ ഒരുത്തരും സ്വർഗത്ത് പോവില്ല. എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല. അമ്മായിമ്മ രാവിലെ എഴുന്നേൽക്കും, 3 മണിക്ക് പുലർച്ചെ അമ്മായിമ്മ എണീക്കും, നിസ്കാരക്കുപ്പായം എടുത്തിടും, നിസ്കാരക്കുപ്പായം എടുത്തിടും. എന്നിട്ടോ തഹജ്ജുദ് തുടങ്ങും. 3 മണിക്ക് തുടങ്ങിയ തഹജ്ജുദ് നിസ്കാരം നിസ്കരിച്ചിട്ട് ഒരു 4-4:30 വരെ തഹജ്ജുദ്. അത് കഴിഞ്ഞാൽ ഖുർആൻ ഓതും. അപ്പൊ സുബൈന്റെ ബാങ്ക് കൊടുക്കും. ബാങ്ക് കേട്ടാൽ ഉമ്മ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. അത് കഴിഞ്ഞിട്ട് 2 റക്അത്ത് സുബൈ നിസ്കരിക്കും. അതും കഴിഞ്ഞ് നേരം പുലരുവോളം ആ നിസ്കാരക്കുപ്പായത്തിൽ, നിസ്കാരപ്പടത്തിൽ ഇരുന്ന് നിസ്കരിക്കും. പിന്നെ ഖുർആൻ ഓതും. എത്ര നേരായില്ലേ? 3 മണിക്ക് എണീറ്റ് ഉമ്മ നിസ്കാരപ്പടത്തുനിന്ന് എഴുന്നേൽക്ക് 7 മണിക്കാ. 4 മണിക്കൂർ ഈ ഉമ്മ നിസ്കരിക്കാണ്, ഈ ഉമ്മ ഖുർആൻ ഓതാണ്. എന്നിട്ടോ 7 മണിയാകുമ്പോ നിസ്കാരപ്പെടാണ്ട് മടക്കും. നേരെ അടുക്കളേക്കാണ് ചെല്ലും. ഇവിടെ ആരാ ഉള്ളത്? മരുമകളുണ്ട്. വേറെ ഏതോ വീട്ടിൽ നിന്ന് കയറി വന്നൊരു പെണ്ണ്. പിന്നെന്താ പണി? 7 മണി മുതൽ വൈകുന്നേരം വരെ എതിരിട്ട് കുത്തുക. എങ്ങനെയുണ്ട്? 4 മണിക്കൂർ നിസ്കരിച്ച് ഖുർആൻ ഓതി, ബാക്കിയൊക്കെ ഈ മരോളട്ട് കുത്തുക. എന്നിട്ട് ഈ മരുമകൾ കണ്ണീര് മൊഴിപ്പിച്ച വീട്ടിനകത്ത് കഴിയുക, മനസ്സിങ്ങനെ വിഷമിക്കുക. ഈ വിഷമവും സങ്കടമൊക്കെ കൊണ്ട് ഈ പെണ്ണിങ്ങനെ പൊട്ടിക്കറിയുക. എന്നിട്ട് ആ പെണ്ണിന്റെ സമാധാനം മുഴുവൻ തകർക്കുക. നിങ്ങൾ പറ, നാളെ പരലോകത്തെത്തുമ്പോ ഈ ഉമ്മാന്റെ നിസ്കാരം, ഈ ഉമ്മാന്റെ ഖുർആൻ എവിടെ നിൽക്കും? ഈ പെണ്ണിന്റെ കണ്ണീര് എവിടെ നിൽക്കും? നിങ്ങൾ പറ. നമ്മൾ ഇതിനെക്കുറിച്ച് വല്ല ബോധവാന്മാർ വേണോ? എവിടെ നിൽക്കും? മരുമക്കൾ ചിന്തിക്കണം. അമ്മയെ പൊന്നുപോലെ നോക്കേണ്ടത് മരുമക്കളാണ്. മരുമക്കളെ പൊന്നുപോലെ നോക്കേണ്ടത് അമ്മയാണ്. നാത്തൂന്മാര് ശ്രദ്ധിക്കണം. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഒരു വാക്ക് കൊണ്ട് ഒരു ബന്ധം മുറിഞ്ഞു പോയാൽ എത്ര നിസ്കരിച്ചാലും അവിടെ തന്നെ കിടക്കൂല. ആ പെണ്ണിന്റെ നിസ്കാരം മുഴുവൻ അവൾ ഉപദ്രവിച്ചവന് കിട്ടും. ഇത് ഞാൻ പറഞ്ഞതല്ലല്ലോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കല്ലേ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, ചില ആൾക്കാർക്കുള്ള വിചാരത, ഞാൻ എത്ര ഖുർആൻ ഓതുന്നു, ഞാൻ എത്ര നിസ്കരിക്കുന്നു. നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ സ്വഭാവം കൊണ്ട് ഏതെങ്കിലും ഒരാൾ വിഷമിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഈ കൂട്ടത്തിലിരിക്കുന്ന തൊണ്ടിക്കോടന്മാർ ചിന്തിക്കണം. ഏട്ടനും അനിയനും ചിന്തിക്കണം. അനിയന്റേത് വല്ലതും നമ്മുടെ കയ്യിലുണ്ടോ? ഏട്ടൻ്റെത് വല്ലതും പിടിച്ചിറക്കിയിട്ടുണ്ടോ? കണ്ടാൽ മിണ്ടാതെ പോകുന്നവരുണ്ടോ? എവിടെയാ സ്വർഗം? പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും പള്ളി കമ്മിറ്റിന്റെ മെമ്പറും വലിയ നേതാവും ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പരലോകത്ത് ഇതൊന്നുമില്ല. ഈ ഐഡന്റിറ്റി കാർഡ് അവിടെ ഇല്ല. അവിടെ എന്താ ചോദിക്കുക? മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ഒരു ഇത്തിരി ഭൂമിക്ക് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ എത്ര പേരുണ്ട്? അതിർത്തി തർക്കങ്ങളുള്ളവർ എത്ര പേരുണ്ട്? പാപ്പാന്റെയും ഉമ്മാന്റെയും സ്വത്ത് ഓരി വെച്ചപ്പോ വേണ്ട പോലെ കിട്ടിയില്ല എന്ന് പരിഭവം പറഞ്ഞിട്ട് ആ കുടുംബവുമായി തെറ്റി നിൽക്കുന്നവർ എത്ര പേരുണ്ട്? പക്ഷെ നിസ്കരിക്കാൻ മുമ്പിലുണ്ടാവൂലേ? കുടുംബ ബന്ധം തകർത്തവർ ആരുണ്ടിവിടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചൊരു ചോദ്യമുണ്ട്. റസൂൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന കൂട്ടത്തിൽ സ്വഹാബികളുണ്ട്. റസൂൽ ചോദിക്കുക, കുടുംബബന്ധം തകർത്തവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോവാം. അവരെന്റെ ക്ലാസ്സിൽ ഇരിക്കേണ്ട. ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പോയി. എഴുന്നേറ്റ് പോയിട്ട് അയാൾ കുറെ നേരം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന് റസൂലിനോട് ചോദിച്ചു, കേറട്ടെ? റസൂൽ ചോദിച്ചു, നീ എവിടേക്കാ പോയത്? കുടുംബം തകർത്തവൻ ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനും എന്റെ അമ്മായിയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ട്, മുണ്ടൂല. റസൂൽ ഇത് പറഞ്ഞപ്പോ ഞാൻ നേരെ പോയത് അമ്മായിന്റെ അടുത്തേക്ക. അമ്മായിനോട് ചെന്നിട്ട് സോറി പറഞ്ഞ്, ക്ഷമ പറഞ്ഞ്, ഞാനും അമ്മായിയും തമ്മിലുള്ള ബന്ധം വീണ്ടും പുതുക്കി ഞാൻ തിരിച്ചു വന്നതാ റസൂല് എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനത്തെ ആൾക്കാരാണ് സ്വർഗത്ത് പോവാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മളിതൊന്നും പ്രശ്നമില്ല. നമ്മൾ ചെറിയൊരു സംഭവം, പാപ്പാന്റെ സ്വത്ത് ഓരി വെച്ചപ്പോ ഞാൻ വിചാരിച്ച എനിക്ക് കിട്ടിയില്ല, ഓനിത്തിരി കൂടിപ്പോയി അല്ലേ, ഇതൊക്കെ പറഞ്ഞിട്ട് അടിയും പിടിയും ഉണ്ടാക്കി ആങ്ങളും പെങ്ങളും ഉണ്ടാത്തവരുണ്ട്. ഏട്ടനും അനിയനും തമ്മിൽ കണ്ടാൽ തിരിഞ്ഞു നടക്കുന്നവരുണ്ട്. നമ്മൾ പറയാ നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, നമ്മളൊക്കെ സ്വർഗത്തിലാണ് അല്ലേ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഈ മൂന്നെണ്ണം
മനുഷ്യന് സമാധാനം, സംതൃപ്തി, സന്തോഷം, ഇത് മൂന്നും കിട്ടാൻ ഒരാണും പെണ്ണും ഒരുമിച്ച് ചേർന്നാൽ അതിന്റെ പേര് കുടുംബം. അപ്പൊ നിങ്ങളെ കുടുംബത്തിൽ ഇത് മൂന്നും ഉണ്ടോ? ഇല്ലെങ്കിൽ കുടുംബമല്ല, അതൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്ര. ഈ നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് മുസ്ലിം കുടുംബങ്ങൾ അവരിങ്ങനെ മുന്നോട്ട് പോണത് ഒരൊറ്റ കാര്യം കൊണ്ടാ. എന്താണെന്നറിയോ? കെട്ടി മക്കളായി പെട്ടു, ഇനി ഇങ്ങനെ പോട്ടെ. കൗൺസിലിങ്ങിനൊക്കെ വന്നിട്ട് ആൾക്കാർ പറയും മക്കൾ ആലോചിച്ചിട്ടാ സാറേ, ഇല്ലെങ്കിൽ ആരാ പറയണ്? ഭർത്താവ്. അപ്പൊ ഭാര്യനെ വിളിക്കും, ഭാര്യ പറയും മക്കളൊക്കെ ഉണ്ടായിപ്പോയി, ഓരോ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിക്കാനുള്ളതല്ലേ. അല്ലെങ്കിൽ അപ്പൊ ഈ ഭാര്യ ഭർത്താവ് എന്താ പറയണേ? ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഇഷ്ടമില്ലാന്ന്. പിന്നെ എന്തിനാ കൂട്ടരെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്? അപ്പൊ നമ്മുടെ കുടുംബം ഏറ്റവും മനോഹരമായ ഒരു ഇടമാക്കി മാറ്റണം. അത് ഉറപ്പാണ്, വേണം. അതിനെന്താ വേണ്ടത്? കുടുംബത്തിന് എന്താ വേണ്ടത്? ഇനി ഞാൻ പറയുന്ന 3 നിങ്ങൾ ഓർത്തു വെക്കണം. കുടുംബ ബന്ധവും മറ്റു ബന്ധവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു കുടുംബ ബന്ധം, മറ്റു ബന്ധങ്ങൾ വ്യത്യാസമുണ്ട്. എല്ലാ ബന്ധങ്ങളും ഒരുപോലെ അല്ല. കുടുംബ ബന്ധത്തിന് ഒരു പ്രത്യേകതയുണ്ട്, മറക്കരുത്, ഓർത്തിരിക്കണം. 3 ബന്ധങ്ങൾ ചേർന്നാൽ അത് കുടുംബ ബന്ധമാകും. അപ്പൊ കുടുംബ ബന്ധത്തിൽ 3 ബന്ധങ്ങൾ ഉണ്ടാവണം. ഈ 3ഉം ചേർന്നാൽ അത് കുടുംബമായി. ഏതാണ് ആ 3 ബന്ധം? ഞാനിങ്ങനെ എണ്ണും, നിങ്ങൾ ഇങ്ങനെ ഓർത്തു വെക്കണേ, മറക്കരുത്. ഒന്ന് ശാരീരിക ബന്ധം, 2 മാനസിക ബന്ധം, 3 ആത്മബന്ധം. 1 ശാരീരിക ബന്ധം, 2 മാനസിക ബന്ധം, 3 ആത്മബന്ധം. ഇത് 3 ഉണ്ടോ? കുടുംബാണ്. 3 ഇല്ലേ? സെറ്റപ്പാണ്. അത് കുടുംബം എന്നറിയില്ല. അപ്പൊ നിങ്ങളും നിങ്ങളുടെ കുടുംബവും തമ്മിൽ ശാരീരിക ബന്ധമുണ്ടോ? ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധം വേണം. മക്കളും മാതാപിതാക്കളും തമ്മിൽ ശാരീരിക ബന്ധം വേണം. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾ ഉദ്ദേശിച്ച ശാരീരിക ബന്ധമല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി അല്ലേ? മനസ്സിലായി? എന്താണ് ഈ ശാരീരിക ബന്ധം? പരസ്പരം തൊടണം, ഉമ്മ വെക്കണം, കെട്ടിപ്പിടിക്കണം. ആര്? കുടുംബം. ഞങ്ങള് നമ്മുടെ കുടുംബത്തിൽ ഇതൊക്കെ ഉണ്ടോ? ഐ ലവ് യു എന്ന് പറഞ്ഞ തെറിവാക്ക. കുട്ടി വീട്ടിൽ വന്ന് പറയും ഉമ്മ എന്നൊരാൾ ഐ ലവ് യു പറഞ്ഞു. ആരടി പറഞ്ഞത്? പിന്നെ അടിയ. ഐ ലവ് യു എന്ന് പറഞ്ഞ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നാ. ഇത് ആര് പറയേണ്ട വാക്കാ? ഉമ്മ മക്കളോട് പറയേണ്ട വാക്കാണ്. മക്കൾ ഉമ്മയോട് പറയേണ്ട വാക്കാ. നമ്മൾ പറഞ്ഞോ? നമ്മൾ എപ്പോഴും ഈ കുട്ടിയോട് പറഞ്ഞു എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടം പറഞ്ഞോ? ഇല്ല. കുട്ടിയോട് ആരാ അത് പറഞ്ഞേ? സ്കൂളിന്റെ മുമ്പിൽ വായി നോക്കി നിൽക്കുന്ന ചെക്കനാ പറഞ്ഞേ എടി എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയെന്ന്. ഉമ്മ പറഞ്ഞോ? പാപ്പ പറഞ്ഞോ? ഇല്ല. എന്നിട്ടോ കൗൺസിലിങ്ങിന് കൊണ്ടുവരും. കുട്ടി എന്താ പറയാ? ഇന്നെ ആർക്കും ഇഷ്ടമല്ല, പിന്നെ ഓന് മാത്രം ഇഷ്ടം. അതെന്താ? ഓനാ പറഞ്ഞിട്ടുള്ളൂ. ഉമ്മ പറഞ്ഞില്ല. ഉമ്മ എന്താ പറയണേ? എപ്പം കാണുമ്പോഴും ചീത്ത പറയുക, കുറ്റം പറയുക. ഈ പെൺകുട്ടി എന്താ ധരിച്ചത്? ഉമ്മക്ക് ഇന്നെ ഇഷ്ടമല്ല, ആപ്പക്കും ഇഷ്ടമല്ല. ആപ്പ പറഞ്ഞോ മോളെ വാ ഇത് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു? ഉമ്മ പറഞ്ഞോ? ഇല്ല. ബാക്കിയൊക്കെ പറഞ്ഞു അല്ലേ? എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണുമ്പോഴേക്ക് ഉമ്മ ചാടി വീണു, പിന്നെ കുറെ ചീത്ത പറഞ്ഞു. പാപ്പ വന്നു, പാപ്പന്റെ വക ചീത്ത പറഞ്ഞു. കുട്ടി എന്താ മനസ്സിലാക്കി? ഈറ്റേക്കൊന്നും നിന്നോട് വലിയ താല്പര്യമില്ല അല്ലേ? അപ്പോഴാണ് അങ്ങാടിയിൽ കഞ്ചാവും കള്ളും മയക്കുമരുന്നുകളും ഒക്കെയായി നടക്കുന്ന ഒരു ചെറുക്കൻ സുന്ദരി പെണ്ണിനെ കണ്ടപ്പോൾ പറഞ്ഞു എടി ഐ ലവ് യു, എനിക്ക് ഇഷ്ടമാണ് നിന്നെ. കുട്ടി പറഞ്ഞു ശരി എടുത്തോ എന്നെ, പ്രശ്നമില്ല അല്ലേ? എവിടെ എത്തിയത്? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഒന്നാമതായി കുടുംബത്തിൽ ശാരീരികമായ അടുപ്പം, ബന്ധം വേണം. മക്കളെ തൊടണം, ഭാര്യ ഭർത്താവിനെ തൊടണം, ഭർത്താവ് ഭാര്യയെ തൊടണം, മക്കളെ വാപ്പയും ഉമ്മയും തൊടണം, ഉമ്മാനെ കെട്ടിപ്പിടിക്കണം, ഉമ്മ കൊടുക്കണം. ഉണ്ടോ നമ്മളെ കുടുംബത്തിൽ? വലിയൊരു വീടുണ്ടാക്കി വെച്ച് എല്ലാവർക്കും ഓരോ ഫോണ്, ഓരോന്നും തോണ്ടി ഓരോ മൂലക്ക് പോയിരിക്കല്ലേ? നമ്മളെ പേര് കുടുംബം എന്നാ. ചിന്തിച്ചു നോക്കിയാ. എന്നിട്ടോ ആ ഗ്രൂപ്പിൽ അങ്ങനെ മെസ്സേജ് അല്ലേ? മൂത്തക്കാക്ക ഊട്ടി പോകുമ്പോ നമ്മളെങ്ങനെ അറിയാ? മെസ്സേജിന്റെ വാട്സപ്പിൽ ഞാൻ ഊട്ടിക്ക് പോവാണ്. അപ്പോൾ അറിഞ്ഞ് ഓൻ പറഞ്ഞോ? ഇല്ല. വാട്സപ്പിലാണ്, ഫേസ്ബുക്കിലാണ് അല്ലേ? അപ്പൊ നമ്മുടെ കുടുംബം എന്താ? ഈ കുടുംബം ഇങ്ങനെ തൊടണമെങ്കിലോ, തൊടാൻ തോന്നണമെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ വൃത്തി വേണം. വൃത്തി വേണം. ആർക്ക്? ഉമ്മാക്ക്, ഉപ്പാക്ക്. ആ മാക്സി കണ്ടിട്ടൊരു പെണ്ണ് നിന്നാൽ എന്തോ നിന്നെ തച്ച് കൊന്ന് ചാക്കിലേക്ക് ഇരിണ്ടാവും അല്ലേ? ആ ഇട്ടിട്ട് എവിടെ നിൽക്കുക? ആ പെണ്ണിനെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കേണ്ട ഭർത്താവിന്റെ മുന്നിൽ ആ പെണ്ണ് നിൽക്കുക മാക്സി ഇട്ടുണ്ട്. അതൊരു കേറ്റി കുത്തിയാണ്ട് മുടി ഒരു വലിച്ചു കെട്ടുണ്ട്. അതും കൂടി ആയ ഉഷാർ. ആ ഭർത്താവ് പിന്നെ ആ പഞ്ചായത്തേക്ക് കയറൂല. പള്ളിക്കൽ പഞ്ചായത്തിലെ ഭർത്താവ് അടുത്ത പഞ്ചായത്ത് ചെന്ന് നിൽക്കും അല്ലേ? അപ്പൊ ഈ പെണ്ണ് വീട്ടിൽ നിൽക്കണ എങ്ങനെയാ? ഭർത്താവിന് കണ്ട ഒരു രസം തോന്നൂല. തോന്നുവോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇല്ല. അപ്പൊ എന്താ നിങ്ങളുടെ
ഒരു പെണ്ണ് മേക്കപ്പ് ചെയ്യേണ്ടത് വീട്ടിന്റെ അകത്തുനിന്ന ഭർത്താവ് അത് കണ്ട് നാട്ടുകാരെല്ലാം കണ്ട് ആ സാധനം ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ റോട്ടിലിറങ്ങി നടക്കും. അടിപൊളി ഡ്രസ്സ്. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പെണ്ണിങ്ങനെ മാറ്റും, ഒരുങ്ങും, പൗഡറൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി നല്ല ഡ്രസ്സൊക്കെ ഇട്ട്. അപ്പൊ പുയ്യാപ്പിള അങ്ങനെ നോക്കണ്. അപ്പൊ എന്താ നമ്മള് പറയാ? തൊള്ളിയും കാട്ടി നിൽക്കാതെ മുമ്പിൽ നടക്കും മനുഷ്യ അല്ലേ? ഭർത്താവ് മുന്നില്, നിങ്ങൾ ബാക്കില്. ഓൻ കാണുമോ പെണ്ണിനെ? ഇല്ല. കൊലായിലെത്തിയാലോ ഭർത്താവിനോട് പറയും സ്കൂട്ടർ എടുക്ക് മനുഷ്യ. അയാള് സ്കൂട്ടറിന്റെ മുമ്പില്, പെണ്ണ് ബാക്കില്. ഇയാള് കാണുന്നുണ്ടോളെ? ഇല്ല. ഓളിം കൊണ്ട് അയാൾ അങ്ങനെ പോകും കല്യാണത്തിന്. എല്ലാരും കാണും. കണ്ടോലൊക്കെ പറയും എന്റെ പെണ്ണ് നല്ല രസമുണ്ടല്ലോ കാണാൻ. അപ്പൊ ഈ ചെക്കൻ പറയും ഞാൻ കണ്ടില്ല, ഞാൻ കാണുമ്പോ ഇതൊരു മാക്സി അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ എവിടെയാണ് നമ്മുടെ കുടുംബത്തിനകത്ത് ഈ തൊടലുകൾ വരിക, ഒരു ശാരീരിക അടുപ്പം വരിക? ഇനി ആണുങ്ങളോ? വെള്ളത്തുണി, വെള്ളക്കുപ്പായം, വെള്ള ട്രൗസർ, വെള്ളവനിയൻ ഇതിട്ടിട്ടാ മുമ്പിൽ പുറത്തേക്ക് ഇറങ്ങുക. പൊരേ കണ്ടെത്തിയാലോ ഇതൊക്കെ അയച്ചിട്ടുണ്ട് ഒരു കണ്ടം തുണി. ഇയാളുടെ ഒരു കണ്ണം തുണി എടുത്താണ്ട് ഇങ്ങനെ കയറ്റി കുത്തിക്കണ്. അത് കാണുമ്പോ ഭാര്യക്ക് എന്താ തോന്നുക? എന്ത് മനുഷ്യനയാള് അല്ലേ? അപ്പൊ വീട്ടിനകത്ത് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം, വീട്ടിനകത്ത് ഏറ്റവും നല്ല സംസാരം വേണം, വീട്ടിനകത്ത് ഏറ്റവും നല്ല പെരുമാറ്റം വേണം. പക്ഷെ നമ്മുടെ സ്ഥിതി എന്താ? വീട്ടിന് പുറത്ത് ഏറ്റവും നല്ല വസ്ത്രം, വീട്ടിന് പുറത്ത് ഏറ്റവും നല്ല സ്വഭാവം, വീട്ടിന് പുറത്ത് ഏറ്റവും നല്ല പെരുമാറ്റം. അകത്തേക്ക് കയറിയാലോ ഇമ്മ അതിലൊരു എരപ്പ് സാധനം വേറെ ഇല്ല. എങ്ങനെയാ കുടുംബം മുന്നോട്ട് പോവുക? എങ്ങനെയാ തൊടാൻ തോന്നുക? എങ്ങനെയാ കൂട്ടരെ നിങ്ങൾ പറ? പിന്നെ ശാരീരിക ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, അതിന്റെ ഒക്കെ കഥ മഹാ അബദ്ധാണ്. ആണുങ്ങളെ കയ്യിലൊക്കെ ഫോണാ. തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ദാമ്പത്യം തകർക്കുന്നത് അത് അറിയാതെ പോകുന്ന യുവാക്കളുണ്ട് ഇതിൽ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് കുടുംബം എന്നത് ശാരീരികമായ അടുപ്പം വേണം. അതിനാദ്യം എന്താ വേണ്ടേ? ഒരു വൃത്തിയും വെടുപ്പും വേണം. ഭാര്യയും ഭർത്താവും ബെഡിൽ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് മേല് കഴുകണം. എത്ര ആക്കണ്ട സ്വഭാവം? മണക്കൂലേ അല്ലേ? എത്ര പെണ്ണുങ്ങൾക്കുണ്ട് രാത്രി ഒന്ന് മേല് കഴുകുന്ന സ്വഭാവം ഉണ്ടോ? ഈ സ്കൂളിലെ കുട്ടികളെ കാര്യമൊന്നും പറയാതൊക്കെ നല്ലേ. 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും +1ഉം +2ഉം ഡിഗ്രി ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഉമ്മമാരുണ്ട് ഈ കൂട്ടത്തിൽ. ആ ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ മക്കളെ എന്നും തല നനച്ച് കുളിക്കാറുണ്ടോ? ഉണ്ടോ? 9 പഠിക്കുന്ന 10 പഠിക്കുന്ന +1 +2 പഠിക്കുന്ന കുട്ടി തല നനച്ചെന്നും കുളിക്കാറുണ്ടോ? ഇല്ല. കുളിക്കാൻ മടിയാ. അപ്പൊ ഇനിയുള്ള തലമുറനെ കുറിച്ച് ആലോചിച്ച് നോക്കി. നിങ്ങൾ 2 ക്ലിപ്പ് വാങ്ങി കല്യാണം കഴിക്കേണ്ടി വരും അല്ലെ? ഭർത്താവിന്റെ മൂക്കിനൊരു ക്ലിപ്പ്, ഭാര്യന്റെ മൂക്കിനൊരു ക്ലിപ്പ്. ഒരു ഉമ്മ എൻ്റെ അടുത്ത് വന്ന് പറയാ, സാറേ മോൻ +2 ആണ്, കുറെ പ്രശ്നങ്ങളുണ്ട്, ഞാൻ എല്ലാം കേട്ടു. അവസാനം ഉമ്മ പറയാ, സാറേ അവന് ഞാന് പല്ല് തേക്കണ ബ്രഷ് കഴിഞ്ഞ കൊല്ലം കൊടുത്തതാ, ഞാൻ ഇപ്പോഴും ബാത്റൂമിൽ പോയി നോക്കിയപ്പോ ആ ബ്രഷ് അങ്ങനെ തന്നെ ഉണ്ട്, ഒരു 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 ചെറിയ കേട് പോലും ബ്രഷിനില്ല. ഞാൻ ചോദിച്ചാൽ അതെന്താ? ഓൻ പല്ലേക്കില്ല. അതെന്നെ ഒരു കൊല്ലായിട്ട് ബ്രഷ് ഇല്ല. ഉമ്മ പറയാ, ഞാൻ 4 ബ്രഷ് മാറ്റി. ഞാൻ ബ്രഷ് മാറ്റുമ്പോഴൊക്കെ ഓന്റെ ബാത്റൂമിൽ പോയി നോക്കും. എന്തിനാ? ഓന്റെ ബ്രഷ് തേഞ്ഞിണെങ്കിൽ പുതിയത് വെക്കാൻ. ആ ബ്രഷ് ഒന്നും ആയിണ്ടാവില്ല, അതാ പൊളിച്ച മാതിരി തന്നെ ഉണ്ട്. അപ്പൊ ഈ +2കാരൻ ചെക്കൻ രാവിലെയും പല്ല് വെക്കില്ല, രാത്രിയും പല്ല് വെക്കില്ല. ഇനി ഇവൻ കല്യാണം കഴിച്ചാലോ? ആ പെണ്ണ് മൂക്കിന് ക്ലിപ്പിട്ട് കിടക്കേണ്ടി വരൂലേ? വൃത്തിയും വെടിപ്പും പഠിക്കാതെ പോകുന്നവർ. ഇവിടെയാണ് കുടുംബം പരസ്പരം തൊട്ടുരുമ്മി ഇരിക്കേണ്ടതാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടത്. കേരള സർക്കാരിന്റെ പുതിയ കണക്കനുസരിച്ച് 10 കൊല്ലം 2035 ആകുമ്പോ കേരളത്തിൽ വയസ്സന്മാരുടെ എണ്ണം കൂടും, ചെറുപ്പക്കാരുടെ എണ്ണം കുറയും. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ വയസ്സാവും. 10 കൊല്ലം കഴിയുമ്പോ വയസ്സന്മാരുടെ എണ്ണം കൂടും, ചെറുപ്പക്കാരുടെ എണ്ണം കുറയും. അങ്ങനെ കുട്ടികളില്ലല്ലോ. +2 +1 +2 സ്കൂളുകളിൽ സീറ്റ് കിട്ടാനില്ല. നമ്മൾ എപ്പോഴും സമരം ചെയ്യും. എന്തിനാ സമരം ചെയ്യണേ? +2 സ്കൂളിൽ സീറ്റ് കൂട്ടണം, +2ന് സീറ്റ് കൂട്ടണം. മലബാറിൽ സീറ്റ് ഇല്ല, കൂട്ടണം. കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല, ഗവൺമെന്റ് മിണ്ടൂല. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് സീറ്റ് കൂട്ടാത്തതെന്ന് അറിയോ നിങ്ങൾക്ക്? 10 കൊല്ലം കഴിയുമ്പോ +1നും +2നും ചേരുന്ന കുട്ടികളുടെ എണ്ണം ഇന്ന് കാണുന്നതിന്റെ പകുതിയായി കുറയും. കാരണം എന്താ? 1ാം ക്ലാസ് ചേർന്ന കുട്ടിയാണ് +2ന് എത്തുക 10 കൊല്ലം കഴിയുമ്പോ. ഇന്ന് ഒരു സ്കൂളിൽ 10 ഡിവിഷൻ ഉണ്ട് 1ാം ക്ലാസ്. അത് കഴിഞ്ഞ കൊല്ലം 5 ഡിവിഷനായി കുറഞ്ഞു. കഴിഞ്ഞ കൊല്ലത്തെ കണക്കെന്താ? 74,000 കുട്ടികൾ 1ാം ക്ലാസ്സിൽ കുറവാണ്. 74,000 കുട്ടികൾ കുറവാണ് 1ാം ക്ലാസ്സിൽ കഴിഞ്ഞ കൊല്ലം സ്കൂളില്. കേരളത്തില് ഇപ്പൊ ഉള്ള +2ന്റെ സ്കൂള് വെറുതെ കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഗവൺമെന്റ് പോസ്റ്റ് കൊടുക്കാത്തത്. 10 കൊല്ലം കഴിയുമ്പോ സ്കൂളുകളിൽ ഉള്ളതിന്റെ പകുതി മാത്രം ആളുകൾ സ്കൂളിലുണ്ടാവും. ചെറുപ്പക്കാരുടെ എണ്ണം പറ്റ കുറയും, വയസ്സന്മാരുടെ എണ്ണം ഇങ്ങനെ കൂടും. നമ്മൾ എന്താ ചെയ്യാ? ഈ വയസ്സന്മാർക്ക് എന്താ വേണ്ടത്? എന്റെ മുമ്പിൽ ഇരിക്കുന്ന
60ഉം 70ഉം കഴിഞ്ഞ വാർദ്ധക്യത്തിലെത്തിയ പ്രിയമുള്ള ഉപ്പമാർക്ക് വല്ലിപ്പമാർക്ക് എന്താ വേണ്ടി ചിന്തിച്ചോ? അവർക്ക് വേണ്ടത് പൈസ അല്ല. ഒരു പൈസ ഇട്ടിട്ട് എന്താ കാര്യം? വല്ലിപ്പ എന്താ പിടിച്ചോളി, ടൂർ പോയിക്കോളി ഊട്ടിക്ക്. തണുപ്പ് പറ്റിയ വല്ലിപ്പ സൈഡാവും. വല്ലിപ്പാക്ക് ഇനി ടൂറ് വേണ്ട, വല്ലിപ്പാക്ക് തിന്നാൻ വയ്യ, വല്ലിപ്പാക്ക് കുടിക്കാൻ വയ്യ, വല്ലിപ്പാക്ക് നടക്കാൻ വയ്യ. എന്താ ഈ വല്ലിപ്പാക്ക് വേണ്ടത്? എന്റെ പ്രിയമുള്ള കുടുംബം ചിന്തിച്ചോ? ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നാമത്തെ ബന്ധം, അതിന്റെ പേരാണ് എന്താ പേര്? അതിന്റെ പേരാണ് ശാരീരിക ബന്ധം. എന്താ വേണ്ടിയ വാപ്പാക്ക്? ഞാനൊരു വാപ്പാനെ കുറിച്ച് പറയാം. 72 വയസ്സുള്ള ഒരു വാപ്പ, ചെറുപ്പത്തിന് ഗൾഫിൽ പോയി. വാപ്പ അധ്വാനിച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി വാപ്പ വീടുണ്ടാക്കിയപ്പോ ബാപ്പാന്റെ മനസ്സിലൊരു പൂതി. എന്താ പൂതി? എല്ലാ കുട്ടികൾക്കും ഒരു റൂം വേണം. ബാപ്പ ഉണ്ടാക്കിയ വീടിന് 6 ബെഡ്റൂമുള്ള വലിയ വീടാണ് ഗൾഫിൽ ചെന്ന് ബാപ്പ ഉണ്ടാക്കിയത്. വലിയ വീട്. ഈ വീട്ടിനകത്ത് 6 മക്കൾക്കും റൂം ഉണ്ടാക്കി കൊടുത്തു വാപ്പ. 5 കുട്ടികൾക്കും റൂം, ബാപ്പാക്കും ഉമ്മക്കും ഒരു റൂം, 6 ബെഡ്റൂം. കുടുംബം ഉഷാറായിട്ട് മുന്നോട്ട് പോയി. മൂത്ത പെൺകുട്ടിന്റെ കല്യാണം കഴിഞ്ഞു. ഒരു ചെക്കൻ ഓളെ കെട്ടിയാണ് കൊണ്ടുപോയി. അവളങ്ങ് പോയി. വീട്ടിനകത്ത് ഒരു റൂം കാലിയായി. ഇപ്പൊ ആ വീട്ടില് 6ൽ 5 റൂമിൽ ആളുണ്ട്, ഒരു റൂം കാലിയായി. രണ്ടാമത്തെ മോളെ കല്യാണം കഴിഞ്ഞു. അവള് കണ്ടുപോയി. ആ വീട്ടിനകത്ത് 6ൽ 2 റൂം കാലിയായി, ബാക്കി ആളായി. മൂത്ത മകൻ കല്യാണം കഴിച്ചു. അവൻ എഞ്ചിനീയറാണ്. അവൻ കല്യാണം കഴിച്ച് ഗൾഫിൽ പോയി, ദുബായിൽ പോയി, പണിയൊക്കെ കിട്ടി, പൈസ ഒക്കെ ഉണ്ടാക്കി. അവന്റെ പെണ്ണിനെയും കുട്ടികളെയും അവൻ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ ബാപ്പാന്റെ മൂത്ത മകൻ ദുബായില് ഭാര്യയും മക്കളുമായി കഴിയാൻ ഒരു പ്രശ്നമില്ല. രണ്ടാമത്തെ മകൻ അവൻ MBA കാരനാണ്. അവൻ കുവൈത്തിൽ വർക്ക് ചെയ്യുന്നു. അവൻ അവിടെ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തപ്പോ അവന് മനസ്സിലായി ഭാര്യനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നല്ലേ. അവന്റെ ഭാര്യനെയും കൊണ്ട് കുവൈത്തിൽ പോയി. അപ്പൊ ആ വീട്ടിലോ 6 ബെഡ്റൂമിൽ 2 എണ്ണത്തിലെ ആളുള്ളൂ, 4 കാലി. വലിയൊരു പൊര. വയസ്സായ ഉമ്മക്ക് തുടയ്ക്കാനും അടിക്കാനും വയ്യ. ഒരു പെണ്ണ് വന്നിട്ട് ആഴ്ചയിൽ ഒരിക്കൽ എല്ലാം തുടച്ചിട്ട് പോകും. ഒരു പൊര ഇങ്ങനെ ഭാർഗവി നിലയം പോലെ. 2 റൂമിൽ മാത്രം ആളുകൾ. ചെറിയ മോനൊരു പ്രത്യേകത ഉണ്ടാവും, വല്ലാതെ പഠിക്കൂല. ഈ ചെറിയ മോൻ വല്ലാതെ പഠിക്കാത്തത് കൊണ്ട് ഈ ചെറിയ മകന് അവന്റെ സുഹൃത്തുമായി ചേർന്ന് ബാംഗ്ലൂരിൽ ചെന്നിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് ആ സൂപ്പർ മാർക്കറ്റ് അങ്ങോട്ട് വിജയിച്ചു. അവന്റെ പെണ്ണിനെയും മക്കളെയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് താമസം മാറി. ഇപ്പോ 5 മക്കളെ പെറ്റുപോറ്റി വളർത്തിയ ഉപ്പാന്റെ വീട്ടിൽ 6 ബെഡ്റൂമിൽ 5 എണ്ണവും കാലിയാണ്. താഴെയുള്ള ഒരു ബെഡ്റൂമിനകത്ത് ഒരു ഉമ്മയും ബാപ്പയും ഇങ്ങനെ നിൽക്കുക. മഗ്‌രിബ് കഴിഞ്ഞാൽ മക്കളൊക്കെ വീഡിയോ കോൾ ചെയ്യും. എന്നിട്ട് ആ ഫോണിൽ കൂടി ഇങ്ങനെ വല്ലിപ്പാ ഗുഡ് നൈറ്റ്, വല്ലിപ്പാ ഹായ് ഹൗ ആർ യു. ആരാ? പേരക്കുട്ടികളൊക്കെ വെല്ലിപ്പി ഇങ്ങനെ ഫോണിൽ കണ്ട് ആ വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ദിവസം രാവിലെ സുബൈക്ക് പള്ളിയിൽ പോവാൻ വേണ്ടിയിട്ട് ഉപ്പ 72കാരൻ വെള്ള തുണിയും കുപ്പായും ഒക്കെ മാറ്റി സുബൈക്ക് ഇറങ്ങി ഭാര്യനോട് സലാം പറഞ്ഞ് ഇറങ്ങിയപ്പോ രാത്രി പെയ്ത മഴയുടെ തുള്ളികൾ കൊലായിന്റെ സ്റ്റെപ്പിൽ ഉണ്ടായിരുന്നത് വാപ്പ കണ്ടില്ല. ചവിട്ടലും കാലങ്ങട്ട് പോയി, വഴുക്കി പോയി. വാപ്പ ഒന്ന് അവിടെ ഇരുന്നു പോയി. നീട്ടി വിളിച്ചത് കേട്ട് നിസ്കാരക്കുപ്പായിട്ട് നിസ്കരിക്കാൻ നിൽക്കുന്ന ഭാര്യ വീട്ടിനകത്ത് ഓടി വന്നു. ഭാര്യ കാണുന്ന എന്താ? മുറ്റത്ത്, ചെളിയുള്ള മുറ്റത്ത് വെള്ള തുണിയിട്ട് ബാപ്പ അങ്ങനെ ഇരിക്കുക. ഓടി വന്ന പെണ്ണ് ബാപ്പാനെ പിടിച്ച് വലിച്ച് സ്റ്റെപ്പിന്റെ മുകൾക്ക് ഇരുത്തി. മേലൊക്കെ ചളിയാ. എന്താ പറ്റി? ബാപ്പ പറഞ്ഞു, എടി ഞാനൊന്ന് കാല് തെന്നിപ്പോയി, ഭയങ്കര വേദന, ഈ ആരെങ്കിലും ഒന്ന് വിളിക്ക്. 5 മക്കളുണ്ട് ഈ ബാപ്പാക്ക്. ബാപ്പ ഇത് പറഞ്ഞതും ഉമ്മ അകത്തേക്ക് ഓടി ഫോൺ എടുത്തിട്ട് ഉമ്മ വിളിച്ചത് 2-3 വീട് അപ്പുറത്തുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഷാഫി എന്നോ മറ്റോ പേരുള്ള ഒരു ചെക്കനെയാണ്. അവനെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഒന്ന് വേഗം വാ, ഉപ്പ അവിടെ ഒന്ന് കാല് തെറ്റി വീണു. അവൻ സുബൈക്ക് പള്ളിക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഷാഫി തന്റെ ഓട്ടോ എടുത്തിട്ട് വീട്ടിലേക്ക് വന്നു. ബാപ്പ സ്റ്റെപ്പുമ്പിൽ ഇരിക്കുക. ബാപ്പയും ആ ഉമ്മയും ഈ ഡ്രൈവറും കൂടി ബാപ്പാനെ താങ്ങി കൊക്കി ചാടി ഓട്ടോറിക്ഷയിൽ കയറ്റി ആസ്പത്രി കൊണ്ടുപോയി. ആസ്പത്രി ചെന്നപ്പോ ഡോക്ടർ എക്സ്റേ ഒക്കെ എടുത്തിട്ട് പറഞ്ഞു, ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് കാലിന്, വയസ്സായ ആളല്ലേ, അതുകൊണ്ട് കൂടാൻ കുറച്ച് സമയം പിടിക്കും, 2 ആഴ്ച നിലത്ത് വെക്കരുത് കാല്, ഈ പ്ലാസ്റ്റർ ഇട്ടത് അനക്കരുത്, 2 ആഴ്ച നിലത്ത് വെക്കരുത്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ബാപ്പാന്റെ കാലൊക്കെ പ്ലാസ്റ്റർ ഇട്ട് ബാപ്പ ഈ ഓട്ടോറിക്ഷ തന്നെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് കയറിയപ്പോ ആദ്യം വന്ന ഫോണ് മൂത്ത മകന്റെ ഫോണാണ്. അവൻ ദുബായിൽ നിന്നാ വിളിച്ചത്. ബാപ്പാനോട് ചോദിച്ചു, എന്താ ബാപ്പാ പറ്റിയേ? ബാപ്പ പറഞ്ഞു, മോനെ എന്റെ കാലൊന്ന് തെന്നി, ഞാനൊന്ന് വീണുപോയി. അപ്പോഴാണ് ആ മോൻ പറഞ്ഞത്, ബാപ്പ നിങ്ങൾ എന്തിനാ അങ്ങനെ പുറത്തിറങ്ങി നടക്കണേ, നിങ്ങൾക്ക് ഒരു മൂലക്കൽ ഇരുന്നാ പോരെ, പൈസ വേണ്ടത് ഞാൻ അയച്ചിരില്ലേ. ബാപ്പ ഒന്നും മിണ്ടിയില്ല.
ഫോൺ വെച്ചു. രണ്ടാമത്തെ മകൻ കുവൈത്ത് നിന്ന് വിളിച്ചു. പാപ്പാനെ കുറെ തെറി പറഞ്ഞു, ചീത്ത പറഞ്ഞു. എന്തിനാ നിങ്ങൾ ഇങ്ങനെ നേരം വെളുക്കുന്നതിന് പുറത്തിറങ്ങണേ? സുബൈക്കോ വീട്ടിൽ നിസ്കരിച്ച പോരെ? പാപ്പനോട് ചോദിക്കുക മോന്. പാപ്പ ഒന്നും മിണ്ടിയില്ല, ഫോൺ വെച്ചു. മൂന്നാമത്തെ മകൻ അവന് സൂപ്പർ മാർക്കറ്റ് നടത്തുക. എവിടെ? ബാംഗ്ലൂരാ. സുബൈന്റെ മുമ്പ് ബാപ്പ വീണു, ആശുപത്രിയിൽ പോയി, കാലിന് സ്ക്രാച്ച് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ ഈ ചെക്കൻ ചെയ്ത പണി എന്താണെന്നറിയോ? സ്കൂൾക്ക് വിളിച്ചു, മക്കളെ ലീവ് പറഞ്ഞു. സൂപ്പർ മാർക്കറ്റിൽ വിളിച്ചു, ലീവ് എടുത്തു. ഭാര്യനെ കൂട്ടി, മക്കളെ കൂട്ടി, ഇന്നോവ കാറും എടുത്ത് അവൻ ബാംഗ്ലൂരിൽ നിന്ന് നേരെ അങ്ങോട്ട് പോന്നു. ഒരേക്ക് രാവിലെ തന്നെ പോന്നു. അങ്ങനെ നേരം വെളുത്തപ്പോ ഒരു ഉച്ചയായപ്പോ ഈ മകൻ വണ്ടിയുമായി കോഴിക്കോട് എന്റെ വീട്ടിലെത്തി. വണ്ടി നിർത്തിയപ്പോഴേക്ക് കുട്ടികളൊക്കെ ഇറങ്ങിയ ഒറ്റ ഓട്ടാ തറവാട്ടിക്ക്. വണ്ടിയിൽ നിന്ന് സാധനം ഒന്നും എടുക്കാതെ ഈ ചെക്കൻ ബാപ്പാക്ക് എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി അവൻ വണ്ടിയൊക്കെ ഓഫാക്കി മെല്ലെ ഇറങ്ങി ബാപ്പ കിടക്കുന്ന റൂമിന്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോ ബാപ്പാന്റെ റൂമിന്റെ വാതിൽ ഇങ്ങനെ ചാരി വെച്ചാണ്. ആ ചാരിയ വാതിലിന്റെ വിടവിലൂടെ ഈ ചെക്കൻ ബാപ്പാനെ നോക്കിയപ്പോ ബാപ്പ നല്ല ഉറക്ക, വേദന സംഹാരി കഴിച്ച് ഉറങ്ങാണ് ബാപ്പ, മയങ്ങാണ് ബാപ്പ. അപ്പൊ ആ ചെക്കൻ വിചാരിച്ച് ബാപ്പനെ വെറുതെ ഉണർത്തണ്ട. ആ ശബ്ദമുണ്ടാക്കാതെ വാതില് തുറന്ന് ഈ ചെക്കൻ അകത്തേക്ക് കയറി. അകത്ത് കയറിയിട്ട് ഒച്ചയുണ്ടാക്കാതെ ഒരു സ്റ്റൂള് ബാപ്പാന്റെ കാലിന്റെ ഇരുത്തവിടെ ഇട്ട്. ബാപ്പ അറിഞ്ഞില്ല. ബാപ്പാന്റെ കാല് മൂടിയ പുതപ്പ് ഇങ്ങനെ നീക്കിയിട്ട് ഈ ചെക്കൻ ബാപ്പാന്റെ പ്ലാസ്റ്റർമേൽ ഇങ്ങനെ തൊട്ടുനോക്കി. ബാപ്പാന്റെ പ്ലാസ്റ്ററൊക്കെ എങ്ങനെയുള്ളത് തൊട്ടുനോക്കി. പാപ്പം അനങ്ങില്ല. അങ്ങനെ തൊട്ട് അവസാനം നീരുണ്ടോ നോക്കാൻ വേണ്ടി പ്ലാസ്റ്റർ ഇടാത്ത ബാപ്പാന്റെ കാലിന്റെ ഭാഗത്ത് അവങ്ങനെ കൈ വെച്ചതും ബാപ്പ കണ്ണട തുറന്നു. ഉടൻ ഇവനെ കണ്ടതും ഈ ചെക്കൻ ബാപ്പയോട് ചോദിച്ച ചോദ്യം, വേദന ഉണ്ടോ ബാപ്പ? അതല്ലേ ചോദിക്കുക, കാല് മുറിഞ്ഞതല്ലേ? ചെക്കൻ ചോദിക്കുക, വേദന ഉണ്ടോ ബാപ്പ? ബാപ്പ ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ഉണ്ടായിരുന്നടാ മോനെ വേദന, ഇപ്പോഴാ മാറിയത്. നീ ഒന്ന് തൊട്ടപ്പോഴാണ് ആ വേദന മാറിയത്. എത്ര വലിയ വേദന സംഹാരികൾ കഴിച്ചാലും ബാപ്പാന്റെ കാലിന്റെ വേദന മാറൂല കൂട്ടരെ. മക്കളൊന്ന് തൊട്ടാൽ ആ വേദന പമ്പ കിടക്കും. പെരുന്നാളിന്റെ അന്ന് ഇന്ന് നോമ്പ് വരാൻ പോവുക. പെരുന്നാളിന്റെ അന്ന് ഉമ്മാനെ കാണാൻ പോകും തറവാട്ടില്. ഉമ്മാനെ ഇങ്ങനെ പോയിട്ട് മൃഗശാലയിൽ മൃഗത്തെ നോക്കണവര് ഇങ്ങനെ നിൽക്കും. എന്നിട്ടോ തിരിച്ചു വരുമ്പം 2 നോട്ട് ഉമ്മാന്റെ തലേന്റെ അടിയിൽ തിരികെ വെച്ചിട്ട്, ഉമ്മ പൈസ വെച്ചിട്ടോന്ന്. ആർക്കാടോ പൈസ വേണ്ടത്? ഈ ഉമ്മാക്കോ? ആ ഉമ്മാന്റെ അടുത്ത് ചേർന്നിരുന്നിട്ട് ചുക്കിച്ചുളിഞ്ഞ മുഖത്തൊരു ഉമ്മ കൊടുത്ത് ഉമ്മാനെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ നിങ്ങൾ കൊടുത്ത 1000 രൂപയേക്കാൾ മൂല്യമുണ്ടാവും ആ ടച്ചിന്, ആ ഒരുമിക്കലിന്, ആ തൊടലിന്. ഇതിന്റെ പേരാ ശാരീരിക ബന്ധം. നിങ്ങൾ എന്താ വിചാരിച്ചേ? കുടുംബം നിറഞ്ഞ ഒരു കല്യാണം കഴിച്ച് 4 കുട്ടികളായിട്ട് ഓന്റെ പാട്ടിന് ഓന്റെ പാട്ടിന് എന്താ മക്കള് പറയാൻ ഫോണും തോണ്ടി നടക്കുക. ഇതാ കുടുംബം. ഇതിന് കുടുംബം എന്താ പറയാ? അപ്പൊ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? ഇങ്ങനെ തൊട്ടുരുമ്മിയിരിക്കാനാണ് കുടുംബം. അതുകൊണ്ട് കുടുംബത്തിനകത്ത് ഞാനിപ്പോ പറഞ്ഞല്ലോ, ശാരീരികമായ ബന്ധം വേണം. ഒരു പെണ്ണിന് തൊടാൻ പറ്റുക ആരൊക്കെയാണ്? ഒരാണിന് തൊടാൻ പറ്റുക ആരൊക്കെയാണ്? നമ്മളെ കയ്യിന്റെ വിരലുകൊണ്ട് ഇങ്ങനെ എണ്ണി നോക്കിയാൽ ആ വിരലുമ്പല് നിൽക്കും തൊടാൻ പറ്റിയ ആളുടെ ലിസ്റ്റ്. എനിക്കാരെ തൊടാം? എന്റെ ഭാര്യയെ തൊടാം, ഉമ്മയെ തൊടാം, പെങ്ങളെ തൊടാം, മകളെ തൊടാം, പിന്നെ പിന്നെ കഴിഞ്ഞു അല്ലേ? പിന്നെ എന്റെ അനിയന്റെ മക്കള്, ഏട്ടന്റെ മക്കളൊക്കെ എന്റെ മക്കളെ കൂട്ടത്തില്ല. ഒക്കെ തൊടാം. കഴിഞ്ഞില്ലേ? ഒരു പെണ്ണിന് ആരൊക്കെ തൊടാം? എളാപ്പന്റെ മോനെ തൊടാൻ പറ്റുമോ? എളാപ്പന്റെ മോളെ തൊടാൻ പറ്റുമോ? ഇല്ല. ആ ഒന്നും മഹറല്ല, പറ്റൂല. നമ്മളോ? തൊടാൻ പറ്റിയ ആളുകളുടെ എണ്ണം വളരെ ചുരുങ്ങിയ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തൊടാൻ പറ്റുന്നവർ തൊടണം. പെങ്ങളെ തൊടണം, ആങ്ങളയെ തൊടണം, മക്കളെ തൊടണം, ഭാര്യയെ തൊടണം. തൊട്ടില്ലെങ്കിലോ ബാക്കിയുള്ള ആൾക്കാർ തൊടും. ഇതാ പ്രശ്നം. അവിടെയാണ് കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. റബ്ബ് നമുക്ക് തൊടാൻ തന്നതാണ് ഈ കുടുംബം എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കണം. അവിടെ കഴിഞ്ഞു ഇല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ബന്ധം. ഞാൻ പറഞ്ഞല്ലോ സമയം കുറവായതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ബന്ധത്തിലേക്ക് കിടക്കുക. അതിന്റെ പേരെന്താ? അതിന്റെ പേരാണ് മാനസിക ബന്ധം. അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധം വേണം. ബാപ്പയും മക്കളും തമ്മിൽ ശാരീരിക ബന്ധം വേണം. മക്കളും ഉമ്മയും തമ്മിൽ ശാരീരികമായ അടുപ്പം വേണം. ഇനി രണ്ടാമത്തെ ബന്ധം എന്താ? അതിന്റെ പേരാണ് മാനസിക ബന്ധം. മനസ്സടുപ്പം ഉണ്ടോ കൂട്ടരെ? നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിൽ മാനസികമായ ബന്ധം ഉണ്ടോ? നിങ്ങൾ പറ.
ഉണ്ടോ? എപ്പോഴും ഭാര്യയെ കാണുമ്പോൾ കച്ചറുണ്ടാക്കണ, കുരച്ചു ചാടുന്ന, പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഭർത്താവിനോട് എങ്ങനെയാണ് ആ ഒരു പെണ്ണിന് മാനസികമായ ബന്ധമുണ്ടാവുക? എപ്പോഴും ഭർത്താവിനെ വെറുപ്പിക്കുന്ന ഭാര്യയോട് ഭർത്താവിന് എങ്ങനെയാണ് മാനസിക ബന്ധമുണ്ടാവുക? അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? കുടുംബത്തിന്റെ രണ്ടാമത്തെ കാര്യം മാനസികമായ അടുപ്പമാണ്, ബന്ധമാണ്. അതിനെന്താ വേണ്ടേ? ഞാൻ പറഞ്ഞു ശാരീരിക ബന്ധത്തിന് എന്തു വേണം, മാനസിക ബന്ധത്തിന് എന്താ വേണ്ടത്? വളരെ സിമ്പിളാ. എന്താ വേണ്ടതെന്ന് അറിയുക? മനസ്സുകൾ അടുക്കാൻ റബ്ബ് നമുക്ക് തന്ന വലിയ അനുഗ്രഹമുണ്ട്. അതിന്റെ പേരാണ് സംസാരം. സംസാരം. എത്ര സംസാരിക്കുന്നുവോ അത്രയും മനസ്സുകൾ അടുക്കും. എങ്ങനെ സംസാരിക്കണം? പോസിറ്റീവായ സംസാരം, മയത്തിലുള്ള സംസാരം, സ്നേഹത്തിലുള്ള സംസാരം. നിങ്ങൾ സംസാരിച്ചു. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് പോസിറ്റീവായി, സ്നേഹത്തിൽ, പിന്നെ മയത്തിൽ, ശബ്ദമൊക്കെ താഴ്ത്തി സംസാരിച്ചു നോക്കൂ. നിങ്ങൾ മനസ്സുകൾ അടുക്കും. ബാപ്പ മക്കളോട്, മക്കൾ ബാപ്പയോട്, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, അമ്മായി അമ്മ മരുമക്കളോട്, നാത്തൂന്മാരോട് എങ്ങനെയാ? പോസിറ്റീവായി, സപ്പോർട്ടീവായി, സ്നേഹത്തിൽ, മയത്തിൽ സംസാരിച്ചു നോക്കൂ. നിങ്ങൾ എന്ത് രസം ഉണ്ടാവും എന്നറിയോ ആ ബന്ധം? ഇതെല്ലാരും സമാധാനം പോവുക നമ്മളെ കുടുംബത്തില്, അല്ലെ? എന്തോ രസം ഉണ്ടാവും. ഇപ്പൊ ഭാര്യ ഭർത്താവ് എങ്ങനെ സംസാരിക്കണ്ടേ? സ്നേഹത്തില്, സപ്പോർട്ടീവായി, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറുണ്ടാക്കി. അല്ല, മക്കളോടോ സ്നേഹത്തിൽ. നോക്കൂ നിങ്ങൾ. അപ്പൊ സംസാരമാണ് മനുഷ്യനെ അടുപ്പിക്കുക. ഒരു പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവരികയാണ്. അവൾക്ക് 19 വയസ്സ് പ്രായം. കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത് അവൾ ഒളിച്ചോടും എന്ന് ഇവർക്ക് വിവരം കിട്ടിയപ്പോഴാണ്. ഒരു ചെക്കന്റെ കൂടെ ഒളിച്ചോടാൻ ആ പെണ്ണ് തയ്യാറായി നിൽക്കുകയാണെന്ന് പാപ്പാക്കും ഉമ്മാക്കും വിവരം കിട്ടിയപ്പോഴാണ് അവളെ പിടിച്ച് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത്. കൗൺസിലിങ്ങിന് എത്തി എന്റെ മുമ്പിൽ ഇരിക്കുകയാണ് ആ പെൺകുട്ടി. ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ അവള് പറഞ്ഞു, ഞാൻ ചോദിച്ചു എത്ര കാലമായി നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ആ പെണ്ണ് പറഞ്ഞു, സാറേ ഞാൻ ആ ചെക്കനെ കണ്ടിട്ടില്ല, നേർക്ക് നേരെ കണ്ടിട്ടില്ല. ഞങ്ങളെ പ്രേമം ഇൻസ്റ്റഗ്രാമിലൂടെയാണ്. പക്ഷേ എന്നും ഞങ്ങൾ സംസാരിക്കും, ഒരുപാട് നേരം രാത്രി സംസാരിക്കും. എങ്ങനെ? മയത്തിൽ, സ്നേഹത്തിൽ, സപ്പോർട്ടീവായി ഞങ്ങൾ സംസാരിക്കും. അങ്ങനെ 6 മാസം കൊണ്ട് ഞാനും അവനും തമ്മിൽ മനസ്സടുത്തുപോയി. ഇനി അവനല്ലാതെ ഞാൻ വേറൊരാളെ കൂടെ ജീവിക്കില്ല. എത്ര മാസമായി? 6 മാസം. അപ്പോ ഞാൻ ചോദിച്ചു, നീ ഒളിച്ചോടാനൊക്കെ തീരുമാനിച്ച ഉമ്മയും ബാപ്പയൊന്നും വേണ്ടേ? ഈ കുട്ടി പറയാണ്, അവർക്ക് എന്നോട് സ്നേഹമില്ല, ഇവനാണ് സ്നേഹം. ഞാൻ ആ ഉമ്മാനെ വിളിച്ചു. ഉമ്മ, ബാപ്പ ഗൾഫിലാ, ഉമ്മയും ഉമ്മന്റെ ആങ്ങളമാരും ആ കുട്ടീനെ കൊണ്ടുവന്ന് ഉമ്മാനെ വിളിച്ചടുത്തിരുത്തിയപ്പോ 2 കണ്ണും നിറഞ്ഞൊഴുകാണ് ഉമ്മന്റെ. ഉമ്മ എന്നോട് പറയാ, സാറേ നിങ്ങൾക്ക് അറിയോ? ഞാൻ ചോദിച്ചു, എന്ത്? എന്റെ മോളെ എനിക്ക് എത്ര ഇഷ്ടാന്ന് നിങ്ങൾക്ക് അറിയോ? എന്നോട് ചോദിക്കുക. ഞാൻ തിരിച്ച അമ്മനോട് ചോദിച്ചു, എനിക്കറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളെ മോളെ നിങ്ങൾക്ക് ഇഷ്ടാന്ന് അവക്കറിയോ? ആ ഉമ്മ ഒന്ന് സ്റ്റെക്കായി. എന്നിട്ട് പറഞ്ഞു, ഇല്ല, എന്റെ മോളോട് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ സംസാരം, ഈ 3 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹമുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കണ്ടേ? വേണ്ടേ? എപ്പോഴെങ്കിലും നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കോ ഉമ്മാക്ക് സ്നേഹമുണ്ട്? ആക്കോ? നിങ്ങൾ പറ. അവിടെയാ പ്രശ്നം. ആ ഉമ്മ എന്നോട് പറയാ, എന്റെ കുട്ടീനെ സ്നേഹിക്കേണ്ടത് നിങ്ങൾക്കറിയോ? ആ കുട്ടി അറിയണ്ടേ? 19 കൊല്ലം ആ ഉമ്മാന്റെ കൂടെ ആ പെൺകുട്ടി ജീവിച്ചിട്ട് ആ പെൺകുട്ടി മനസ്സിലാക്കുകയാണ് ആ ഉമ്മക്ക് സ്നേഹമില്ല. ആരാ പരാജയം? അതുകൊണ്ട് കുടുംബത്തിന്റെ രണ്ടാമത്തെ ബന്ധത്തിന്റെ പേരാണ് മനസ്സ് അടുക്കണം, മാനസിക ബന്ധം വേണം. അതിന് ഏറ്റവും മനോഹരമായി സംസാരിക്കണം, കേൾക്കണം. ഞാൻ പറയണത് ഭാര്യ, ഭാര്യ പറയണത് ഞാൻ പറയണത് മക്കള്, മക്കള് പറയണത് ഞാൻ. നമ്മുടെ വീട് മോശമൊന്നുമല്ലല്ലോ, വളരെ പാവപ്പെട്ടവരില്ലല്ലോ. എല്ലാവരുടെ വീട്ടിലും ഒരു സോഫ ഉണ്ടാവും, അല്ലേ? ഉണ്ട്. എൽ ഷേപ്പിലായിരിക്കും സോഫ. ഈ സോഫ ഉള്ള റൂം നിങ്ങൾ വീടിന്റെ പ്ലാൻ എടുത്ത് നോക്കേണ്ടി. വീടിന്റെ പ്ലാന് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ആ പ്ലാൻ എടുത്താണ്ട് നിങ്ങൾ ഇങ്ങനെ നോക്ക്. ആ പ്ലാനിൽ എന്തൊക്കെ ഉണ്ടാവും? സിറ്റ് ഔട്ട്, അല്ലേ? സിറ്റ് ഔട്ട് പറഞ്ഞാൽ എന്താ? സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അകത്ത് കയറ്റാൻ പറ്റാത്തവരെ ഇരുത്താനുള്ള സ്ഥലം. ഗെറ്റ് ഔട്ട്, സിറ്റ് ഔട്ട്, അല്ലേ? അകത്ത് കയറ്റാൻ പറ്റാത്തവരെ ഇരുത്താനുള്ള സ്ഥലമാണ് സിറ്റ് ഔട്ട്. വീട്ടിൽ വരുന്ന ഒരാൾ അകത്ത് കയറ്റാൻ പറ്റൂല, അവൻ പുറത്തിരിക്കും, അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടില്? ബെഡ്റൂം, എന്തിനുള്ള? കിടന്നുറങ്ങാൻ. ബാത്റൂം, എന്തിനുള്ള? കിച്ചൺ, എന്തിനുള്ള? ഡൈനിങ് ഹാൾ, എന്തിനുള്ള? ഇനി
ഇനി ഒരു റൂമും കൂടി ഉണ്ടാവും. നിങ്ങളെ പ്ലാൻ എടുത്ത് നോക്കിയാൽ അതിന് എഞ്ചിനീയർ കൊടുത്ത പേര് ലിവിംഗ് റൂം അല്ലേ? ലിവിംഗ് റൂം. അതിന്റെ റൂമാ. അപ്പൊ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ശവ. ലിവിംഗ് എന്ന് പറഞ്ഞ ജീവിതം, ജീവിക്കൽ എന്നാണ്. ലിവിംഗ് അല്ലേ? അതിന് മലയാളം എന്താ? ജീവിക്കൽ എന്നാണ്. അപ്പൊ ആ റൂമിൽ മാത്രം പേര് ലിവിംഗ് റൂം. അറബികളുടെ വീട്ടിലൊക്കെ ചുറ്റുഭാഗം സോഫട്ട റൂം കാണാം അല്ലേ? ഗൾഫ് പോയാൽക്കറിയാം അല്ലേ? ഒരു റൂം ഉണ്ടാവും, ചുറ്റും സോഫ. അതിലാണ് ഇവര് ജീവിക്കുക. ഭാര്യയും ഭർത്താവും മക്കളും ബാപ്പയും ഉമ്മയും ഒരുമിച്ചിരിക്കാനുള്ള റൂമാണത്. അവിടെയാ ജീവിതം ഉണ്ടാണ്ട്. നമ്മളെ ലിവിംഗ് റൂമോ നമ്മള് പൂട്ടിയാണിടും അല്ലേ? കുറ്റിട്ടേക്കും. കുട്ടികൾ പറയും കയറരുത്, സോഫ കേടരുത്തരുത്. എന്നിട്ടോ എപ്പോഴെങ്കിലും വിരുന്നേരം വരുമ്പോ തുറന്നു കൊടുക്കും. ഇതിനുള്ളതല്ലേ? എന്തിനുള്ള? ഉമ്മക്കും ബാപ്പക്കും മക്കൾക്കും ഒന്ന് ചേർന്നിരിക്കാനാ. ഫോണൊക്കെ ഒന്ന് ഒഴിവാക്കി വെക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മക്കളുടെ കൂടെ ബാപ്പി ഉമ്മയും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക. എന്റെ വർത്താനൊക്കെ പറയാ. എന്താ മോനെ വർത്താനൊക്കെ? സ്കൂളൊക്കെ ഉഷാറായി പോളില്ലേ? ഉണ്ട് പാപ്പാന്റെ വർത്താനം എന്താ? സുഖാണോ മക്കളെ? കഴിഞ്ഞ ആഴ്ച പണിത്തിരി കുറവാണെങ്കിലും സുഖാണ്. പാപ്പ മക്കളോട്, മക്കൾ ബാപ്പയോട് ഈ സംസാരം ഉണ്ടോ നമ്മളെ പുരയില്? ഉണ്ടോ? ഇതിങ്ങനെ കല്യാണം കഴിച്ച് കുട്ടികളായി ഒരു മനുഷ്യൻ നായ നയിക്കും പോലെ ഇങ്ങനെ നയിക്കുക. ഒരു പെണ്ണ് വെച്ച് വിളമ്പി തിരുമ്പി വെളുപ്പിച്ച് തുടച്ച് വൃത്തിയാക്കി ഓളും കൊയങ്ങുക. ഓക്ക് പൊരയിലെ പണി, മൂപ്പർക്ക് നാട്ടിലെ പണി. മക്കളോ? ഇതിന്റെ പേര് കുടുംബം എന്നല്ല. അപ്പൊ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഒരു ചേർന്നിരിക്കാൻ ഒരു സ്ഥലം, ഏറ്റവും സുന്ദരമായി സംസാരിക്കാൻ ഒരു സ്ഥലം. അതിന്റെ പേരാണ് വീട്. എത്ര നിങ്ങൾ സംസാരിക്കുന്നുവോ അത്രയും മനസ്സുകൾ അടുക്കും. ഇനി മൂന്നാമത്തത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. മൂന്നാമത്തെ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ. അതെന്താ? ആ ബന്ധത്തിന്റെ പേരെന്താ? അതിന്റെ പേരാണ് ആത്മബന്ധം. ആത്മബന്ധം. ആത്മാവ് തമ്മിലുള്ളൊരു ബന്ധം, ഒരിക്കലും പിരിയാൻ കഴിയാത്ത ബന്ധം. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ആളുകൾ സത്യം പറയുന്നു വിചാരിച്ച് ചോദിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഭർത്താവിനോട് ഭാര്യ ഒരിക്കലെങ്കിലും ചോദിച്ചൊരു ചോദ്യം ഉണ്ടാവും. എന്താ അറിയോ? നിങ്ങൾ വേറെ കെട്ടുവോ? ഞാൻ മരിച്ചാൽ നിങ്ങൾ കെട്ടുവോ? ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മരിച്ചാൽ, ഭാര്യ മരിച്ചാൽ നിങ്ങളെ ഭർത്താവ് വേറെ കെട്ടുവോ? കെട്ടും എന്നുള്ളൊന്ന് കൈവക്കിയ കണ്ട്. ഭാര്യ മരിച്ചാൽ ഭർത്താവ് കെട്ടും എന്ന് മനസ്സിൽ ചിന്തയുള്ളവർ ഒന്ന് കൈവക്കിയേ. ശരി, കൈ പൊക്കാത്തോളം എന്താണെന്നറിയോ? നമ്മളിപ്പോ മരിക്കാൻ പോകില്ല എന്ന് തീരുമാനിച്ചോളാം അല്ലെ? ശരി, നിങ്ങൾ മരിച്ചാൽ ഭർത്താവ് കല്യാണം കഴിക്കൂല എന്ന് ഉറപ്പുള്ളവർ കൈവക്കി. അപ്പൊ ആ കൈ പൊക്കാത്തോലിപ്പോ ഏതാ? ശരി, കെട്ടുവോ? ജീവിച്ചിരിക്കുമ്പം തന്നെ സംശയമാണ് ഇയാളിഞ്ഞ് വേറെ കെട്ടുവന്ന് അല്ലേ? എന്നല്ല മരിച്ചാൽ. ഞങ്ങൾക്ക് എന്റെ മുമ്പിൽ വന്ന ഒരു ചെറിയ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാം. ഒരു ദിവസം എന്നെ കാണാൻ വേണ്ടി ഒരു ഇന്നോവ കാറിൽ ഒരു കുടുംബം വരികയാണ്. വന്നത് 66 വയസ്സുള്ള ഒരു ബാപ്പയെ കൊണ്ട് മക്കളാ വന്നത്. മക്കള് 66 വയസ്സുണ്ട് ബാപ്പാക്ക്. ഈ ബാപ്പാനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത് മക്കളാ. 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ബാപ്പയും. ബാപ്പാന്റെ 4 മക്കള്, ബാപ്പയും കൂടി ഒരു ഇന്നോവ കാറിന് കൗൺസിലിങ്ങിന്. ഞാൻ ഈ റൂമിക്ക് കയറിയപ്പോ 40-45 വയസ്സുള്ള മോൻ, അവനാണ് ആദ്യം വന്ന് ഞാൻ ചോദിച്ചു എന്താ പറ്റിയേ? ഞങ്ങൾ വാപ്പനെയും കൊണ്ട് വന്നതാ. ഞാൻ പറഞ്ഞു വാപ്പനെയും കൊണ്ടോ? സാധാരണ വാപ്പ മക്കളെയും കൊണ്ടാ വരല്ലേ, നിങ്ങളെന്താ വാപ്പനെയും കൊണ്ട് വന്നത്? അപ്പോ ആ പെൺകുട്ടി, കൂടെ ഉണ്ടായിരുന്ന പെങ്ങള്, ഈ മോളാ ചെറിയ മോള്, ഈ പെങ്ങള് പറഞ്ഞു എന്നോട്, സാറേ ഞങ്ങൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പാസ്റ്റ് ടെൻസ് ആണല്ലോ, ഉമ്മ ഇപ്പൊ ഇല്ലേ? അത് ചോദിച്ചതും ആ പെൺകുട്ടിക്ക് അറിയാൻ തുടങ്ങി. ഭയങ്കര കരച്ചില്. എന്നിട്ട് കണ്ണൊക്കെ തുടച്ചു പറഞ്ഞു, ഞങ്ങളെ ഉമ്മ ഇല്ലേ സാറേ, മരിച്ചുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓക്കെ, എന്താ പറ്റിയത്? അപ്പൊ ഈ പെൺകുട്ടി പറയാ, സാറേ ഞങ്ങൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു. എന്തൊരു സ്നേഹമായിരുന്നു ആ ഉമ്മ എന്നറിയോ സാറേ? പെരും സ്നേഹമുള്ളൊരു ഉമ്മ, മക്കളെയൊക്കെ പൊന്നുപോലെ സ്നേഹിച്ച ഉമ്മ, ചേർത്തു പിടിച്ച ഉമ്മ, അടുപ്പിച്ചു നിർത്തിയ ഉമ്മ, പോസിറ്റീവായി സംസാരിച്ച ഉമ്മ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, എന്നിട്ടോ? ബാപ്പാക്ക്, ഞങ്ങളെ ബാപ്പയെ പുറത്തിരിക്കുന്നത്, ഞങ്ങളെ ബാപ്പാനെ ഉമ്മ കരളിന്റെ കഷ്ണം പോലെ സ്നേഹിച്ചു. ഒരു മോശം വാക്ക് ഉമ്മ പറഞ്ഞില്ല ബാപ്പനോട്, ബാപ്പമ്മനോട് പറഞ്ഞില്ല. ഞങ്ങൾ കണ്ടിട്ടില്ല ബാപ്പയും ഉമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കണത്, ബാപ്പയും ഉമ്മയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കണത്. ബാപ്പാന്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ ഉമ്മ മത്സരിക്കും, ഉമ്മാന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ ബാപ്പ മത്സരിക്കും. ഇതാണ് ഞങ്ങളുടെ വീട്. അതിനിടക്കാണ് 3 കൊല്ലം മുമ്പ്
ഉമ്മാക്കൊരു വേദന വന്നത്. ആ വേദന ഡോക്ടറെ കാണിച്ചു, മരുന്ന് തന്നു. കുറെ കഴിഞ്ഞു, വേദന മാറില്ല. അവസാനം ഡോക്ടർമാർ പറഞ്ഞു, കോഴിക്കോട് ചാത്തമംഗലത്തിനടുത്തുള്ള MVR എന്ന് പറയുന്ന ആശുപത്രി, ക്യാൻസർ ആശുപത്രിയാ, അവിടെ കൊണ്ടുപോയിട്ടൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോ ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജാണ്. ആ ഉമ്മാനെ രക്ഷിക്കാൻ ഒരു വഴിയില്ല. ഡോക്ടർമാർ പറഞ്ഞു, വീട്ടിൽ കൊണ്ടുപോയി നല്ല നോക്കിക്കോ, നമ്മളെ കയ്യിൽ ഇനി മാർഗമില്ല, പാലിയേറ്റീവിലേക്ക് മാറ്റി. ആ ഉമ്മ 3 മാസം കിടന്ന് 4ാമത്തെ മാസം മരിച്ചു പോകണം. അത് പറയുമ്പോ ഉമ്മ മരിച്ചിട്ട് 3 കൊല്ലമായിട്ടാ. 3 കൊല്ലം മുമ്പ് മരിച്ച ഉമ്മനെ ആലോചിച്ച് ആ കുട്ടികൾക്ക് അറിയാണ്. ആ ആൺകുട്ടികളും പെൺകുട്ടികളും കണ്ണിൽ വെള്ളം നിറയ്ക്കാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, പോട്ടെ ഉമ്മ മരിച്ചില്ലേ, ഇനിയിപ്പോ എന്താ പ്രശ്നം? അപ്പൊ ഈ മക്കള് പറയാണ്, സാറേ ബാപ്പ സ്നേഹാണ് ഞങ്ങളുടെ ബാപ്പ, പക്ഷേ ബാപ്പാനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കും, പൊന്നുപോലെ നോക്കും, ഒരു കുറവ് ഞങ്ങൾ വരുത്തൂല ഞങ്ങളെ ബാപ്പാക്ക്. പക്ഷേ എത്ര ഒക്കെ നോക്കിയാലും ഒരു ഭാര്യ നോക്കും പോലെ ബാപ്പാനെ നോക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് ബാപ്പാക്ക് ഒരു പെണ്ണ് വേണം. ഞങ്ങൾ ചേർന്ന്, ഉമ്മ മരിച്ച് 6 മാസം കഴിഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചു, ബാപ്പാനെ കല്യാണം കഴിപ്പിക്കണം. മക്കള് തീരുമാനിച്ചു. എന്നിട്ട് മൂത്ത മകൻ ബാപ്പാന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ബാപ്പാ ഒരു കല്യാണം കഴിക്കണമെന്ന്. ബാപ്പ ആട്ടിവിട്ടു, അവനെ ഓടാവിടുന്ന് ആട്ടിവിട്ടു. കഴിഞ്ഞ 3 കൊല്ലമായി പലരെയും പറഞ്ഞു വെച്ചിട്ട് ഈ ബാപ്പാനെ കല്യാണം കഴിപ്പിക്കാനുള്ള ശ്രമം മക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ഒന്നിനും തയ്യാറാവാത്തപ്പോഴാണ് ആരോ പറഞ്ഞു കൊടുത്തത്, നിങ്ങളൊരു കൗൺസിലിങ്ങിൽ കൊണ്ടുപോയിക്കോളി. അങ്ങനെയാണ് 66 വയസ്സുള്ള വാപ്പാനെ കൊണ്ട് മക്കൾ എൻ്റെ അടുത്ത് വരിക. ഞാൻ ആ വാപ്പാനെ വിളിച്ചു. എന്നേക്കാൾ പ്രായവും പക്വതയും ജീവിത പരിചയവുമുള്ള ഒരു വാപ്പ, 66 വയസ്സുണ്ട്. അയാൾ എന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഞാൻ അയാളോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. വന്ന് കയറുമ്പോൾ തന്നെ നിങ്ങൾ പെണ്ണിടണമെന്ന് അറിയാൻ പറ്റൂലല്ലോ. അപ്പൊ കുറെ കാര്യങ്ങൾ ഇയാളോട് ഇങ്ങനെ സംസാരിച്ചു. അയാൾ ഇങ്ങനെ വളരെ കൂളായി സംസാരിച്ച് ഞാൻ എന്റെ സംസാരം ഒന്ന് നിർത്തി 2ാമത്തെ പാരഗ്രാഫ് തുടങ്ങാൻ പോവാണ്. അപ്പൊ ആ മനുഷ്യൻ കൈ ഇങ്ങനെ കൂപ്പിയിട്ട് എന്നോട് പറഞ്ഞു, മതി, ഇനി നിങ്ങൾ എന്നോട് പറയാൻ പോണത് എന്താന്ന് എനിക്കറിയാം, എന്നെക്കാളും പരിചയമുള്ള മനുഷ്യനല്ലേ. ഞാൻ ചോദിച്ചു, എന്താണ്? ഇന്നൊരു കല്യാണം കഴിക്കണം, ഞാൻ കല്യാണം കഴിക്കണം, അതിനല്ലേ ഇപ്പൊ നിങ്ങളടുത്ത് കൊണ്ടുവന്ന് ഓരിനെ പിടിച്ച് വണ്ടി കയറ്റുമ്പോഴേ എനിക്കറിയാം ഇത് കൊണ്ടുപോണത് ഈ സംസാരിക്കാണ്. എന്നിട്ട് ആ മനുഷ്യൻ എന്റെ കണ്ണുക്ക് ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് പറയാണ്, സാറേ എന്റെ ഭാര്യ 16 വയസ്സുള്ളപ്പോ എന്റെ കയ്യും പിടിച്ച് എന്റെ ജീവിതത്തിലേക്ക് വന്നതാ. എന്റെ ഭാര്യ ഒക്കെ അന്ന് 16 വയസ്സാ, എനിക്ക് 21 വയസ്സാ. ആ 16 വയസ്സുള്ള 8 പൊട്ടും തിരിയാത്ത എന്റെ പെണ്ണിന്റെ കയ്യും പിടിച്ച് ജീവിതത്തിലേക്ക് കയറിയതാ ഞാൻ. അന്ന് മുതൽ അവൾ എന്നെ സ്നേഹിച്ചു. ആരും സ്നേഹിക്കാത്ത സ്നേഹം എനിക്ക് തന്നു. എന്റെ ഒരാഗ്രഹത്തിനും അവളെ എതിരുന്നിട്ടില്ല, അവളുടെ ആഗ്രഹത്തിന് ഞാനും. എന്റെ സ്വപ്നങ്ങൾക്ക് അവള് എതിരുന്നിട്ടില്ല, അവളുടെ സ്വപ്നങ്ങൾക്ക് ഞാനും. അയാളിങ്ങനെ പറയാണ്, അയാളെ കണ്ണ് നനയുന്നു. എന്നിട്ട് അയാൾ പറയാണ്, സാറേ കല്യാണം കഴിക്കാനും ജീവിക്കാനും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഭാര്യ കിടന്ന കട്ടിലിൽ വേറൊരു പെണ്ണിനെ ഞാൻ കിടത്തൂല ഞാന്. എന്റെ പെണ്ണ് കിടന്ന കട്ടില, അവളുടെ ഓർമ്മയുണ്ട്, അവളുടെ തലയിണയുണ്ട്, എനിക്കത് മതി. എത്ര കഷ്ടപ്പെട്ടാലും എന്റെ ഭാര്യയെ സ്നേഹിച്ച ഇടം ഞാൻ വേറൊരു പെണ്ണിന് കൊടുക്കൂല. മനുഷ്യൻ പറയാണ്, എന്താ ഞാൻ അവളോട് പറയണ്ടത്? ഭർത്താവ് മരിച്ച വേറെ കെട്ടുമെന്ന് ആലോചിച്ചെടുക്കാൻ കുറെ എണ്ണം അല്ലേ? ഇയാളോ കെട്ടാൻ കുട്ടികളൊക്കെ പറഞ്ഞിട്ട് ഇയാൾ തയ്യാറല്ല. എന്താ കാരണം? അയാളുടെ സ്നേഹമാണ് ആ ഭാര്യ. എന്നിട്ട് ആ മനുഷ്യൻ എന്നോട് പറയാണ്, നിർബന്ധിക്കരുത്. അതുകൊണ്ട് എന്റെ പെണ്ണിന്റെ ഓർമ്മ മതി എനിക്ക് ജീവിതം മുഴുവൻ. എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ അങ്ങനെ പോകും. എന്നിട്ട് ഞാൻ നല്ലോണം നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വെക്കുന്നുണ്ട്. എല്ലാ തിങ്കളും എല്ലാ വേഴവും ഞാൻ നോമ്പ് വെക്കുന്നുണ്ട് സാറേ. എന്തിനാണെന്നറിയോ? എനിക്ക് അവളെ വേണം. നാളെ പരലോകത്തെത്തുമ്പോ, സ്വർഗത്തിലെത്തുമ്പോ ഞാൻ പടച്ചവനോട് ചോദിക്കും, എനിക്ക് എന്റെ പെണ്ണ് വേണമെന്നാ. സ്നേഹിച്ച് തീരാത്ത ഭാര്യയും ഭർത്താവും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളോ അപ്പൊ ചിന്തിച്ചു നോക്ക്. ആ മനുഷ്യനോട് പറയാ, എന്നെ നിർബന്ധിക്കരുത്. എന്നിട്ട് എന്റെ റൂം കടന്നു പോകുമ്പോ അയാൾ എന്നോട് പറയാണ്, സാർക്ക് പറ്റുമെങ്കിൽ എന്റെ മക്കളെ വിളിച്ചിട്ട് ഈ കാര്യം എന്നോട് പറയരുത് എന്ന് പറയണം. ഇതിങ്ങനെ പറഞ്ഞാൽ ഞാൻ അവരെ വെറുത്തു പോകും. അതുകൊണ്ട് മക്കളോട് ഈ കാര്യം പറയരുത് എന്ന് പറയണം. 4 മക്കളെ ഞാൻ വിളിച്ചു, റൂമിനകത്തേക്ക് കേട്ടിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ആ ബാപ്പ സ്നേഹമായിരുന്ന നിങ്ങളുടെ ഉമ്മയെ വിട്ട് വേറൊരു പെണ്ണിന്റെ കൂടെ കിടക്കൂല, ദയവ് ചെയ്ത് നിങ്ങൾ ഈ ചർച്ച അവസാനിപ്പിക്കണം. അപ്പൊ ആ മക്കള് 4 കരയാ. അവര് പറയാണ്, ശരിയാണ്,
ഇനി പറയണ്ട, പാപ്പ അങ്ങനെ ജീവിക്കട്ടെ. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞ് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉള്ള ബന്ധത്തിന്റെ പേരാണ് ആത്മബന്ധം എന്ന്. നോക്കുങ്ങള്, ഇതാ കൂട്ടരെ കുടുംബം, ഇതിന്റെ പേരാ കുടുംബം. മരിച്ചു പിരിഞ്ഞാലും സുന്ദരമായ ഓർമ്മകളുമായി ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ പേരാ കുടുംബം. നിങ്ങളൊക്കെ ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ചിന്തിച്ചോക്ക്, ഭർത്താവിന്റെ മയ്യത്ത് പൊരേ കൊണ്ട് വെക്കുന്ന ഒരു ദിവസമുണ്ട്. ഭർത്താവിന്റെ മയ്യത്ത് പൊരേ കൊണ്ടേക്കും. ആ പൊരേ കൊണ്ട് വെക്കുന്ന അന്ന് മുതൽ 4 മാസവും 10 ദിവസവും ആ പെണ്ണ് പിന്നെ ഇരിക്കണം. ഭർത്താവ് മരിച്ച പെണ്ണ് ഇരിക്കണം. ആ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലേക്ക് എന്താ വരികയെന്നറിയോ? നിങ്ങളെ കെട്ടിയവനും കച്ചറുണ്ടാക്കിയത്, തെറി വിളിച്ചത്, പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലേ? വല്ലാത്തൊരു കുറ്റബോധം, ജീവിതം നഷ്ടപ്പെട്ടു എന്ന ബോധം. നാളെ പരലോകത്ത് എന്താ സംഭവിക്കാലോചിച്ചോക്ക്. ഭാര്യന്റെ മയ്യത്ത് പൊരയിൽ കൊണ്ടുവച്ചാൽ അവളുടെ മുഖത്ത് നോക്കി ഭർത്താവ് എന്താ വിചാരിക്കുക? എത്ര കച്ചറുണ്ടാക്കിയ സാധനം അത്, അല്ലേ? എത്ര കച്ചറുണ്ടാക്കിയതാ എല്ലാം വിചാരിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എവിടെയാണ് എന്ന് ഉറക്കെ ചിന്തിക്കണം. കുടുംബം എന്ന ആശയത്തെ അല്പം കൂടി വിശാലമാക്കണം. അതെങ്ങനെയാ? ഞാൻ പറഞ്ഞ 3 ബന്ധവും നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി, ആത്മബന്ധം ഉണ്ടാവാൻ എന്തു ചെയ്യണം എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, 2 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അതിന്റെ പേരാണ് 1 അംഗീകാരം, 2 പരിഗണന. ഭർത്താവ് ഭാര്യയെ പരിഗണിക്കണം, അംഗീകരിക്കണം. നിന്റെ ഭാര്യയാണത്. ഭാര്യ ഭർത്താവിനെ പരിഗണിക്കണം, അംഗീകരിക്കണം. മക്കളോ പരിഗണിക്കണം, അംഗീകരിക്കണം. അല്ലെങ്കിൽ കുടുംബം അലകും പിടിയും വേർപെട്ട് വല്ലാത്തൊരവസ്ഥയിലെത്തി ദുനിയാവും പരലോകവും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും. എങ്ങനെയാണ് ഈ പരിഗണന ഉണ്ടാക്കുക? ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഭർത്താവ് ജോലി കഴിഞ്ഞ് ബൈക്കുമേൽ വരികയാണ്. വീട്ടിലേക്ക് എത്താൻ അല്പം ദൂരം ബാക്കിയുള്ളപ്പോ ഈ ഭർത്താവിന്റെ ഫോണ് ബെല്ലടിച്ചു. മൂപ്പര് ഇങ്ങനെ എടുത്തു നോക്കിയപ്പോ ഭാര്യയാണ് വിളിക്കുന്നത്. ഭാര്യന്റെ ഫോണെന്നാ. മൂപ്പര് വണ്ടി സൈഡാക്കി ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചപ്പോ ഭാര്യയല്ല വിളിച്ചത്, 1ാം ക്ലാസ് പഠിക്കുന്ന മോനാ. അതാ മൂപ്പരെ ചെറിയ മോൻ. 3 മക്കളുണ്ട് മൂപ്പര്. അതില് 1ാം ക്ലാസ് പഠിക്കുന്ന മോനാണ് ഉമ്മന്റെ ഫോൺ എടുത്ത് വാപ്പാനെ വിളിച്ചത്. പാപ്പ ചോദിച്ചു, എന്താ മോനെ? മോൻ പറഞ്ഞു, ഉപ്പൊന്ന് വരുമ്പോ ഒരു മുട്ടായി കൊണ്ടുവരണേ. ആരാ പറയണേ? 6 വയസ്സുള്ള 1ാം ക്ലാസ് പഠിക്കുന്ന മോൻ പാപ്പാനോട് പറയാ, അപ്പൊ വരുമ്പോ ഒരു മുട്ടായി കൊണ്ടുവരണേ. പാപ്പ പറഞ്ഞു, ശരി മോനെ. ഫോൺ വെച്ചു. ഇനി ഞാൻ ചോദിക്കട്ടെ, മുട്ടായി വാങ്ങൂല്ലേ? വാങ്ങും, മുട്ടായി വാങ്ങും. ബാപ്പ ഒരു ബേക്കറിന്റെ മുമ്പിൽ വണ്ടി സൈഡാക്കി. ബേക്കറിക്കാരനോട് പറഞ്ഞു, ഒരു മുട്ടായി, ഒരു ചോക്ലേറ്റ് വാങ്ങി, 5 റുപ്യന്റെ ഒരു ചോക്ലേറ്റ്. അത് വാങ്ങി കീശയിലിട്ടപ്പോഴാണ് ബാപ്പാക്ക് ഒരു ചിന്ത. എന്താ ചിന്ത? ഒരു മുട്ടായി വാങ്ങിയാൽ ശരിയാവില്ലല്ലോ. 3 മക്കളില്ലേ, ഒരാൾക്ക് മാത്രം മുട്ടായി കൊണ്ടുവരാൻ പറ്റുമോ? ബാപ്പ അയാളോട് പറഞ്ഞു, 2 എണ്ണം കൂടി തരി. അയാൾ 2 എണ്ണം കൂടി കൊടുത്തു. 3 മുട്ടായി വാങ്ങി പോക്കറ്റിലിട്ട് ബാപ്പ വീട്ടിൽ വന്നു. ഈ ബാപ്പാന്റെ സ്കൂട്ടറിന് ഒച്ച കേൾക്കുമ്പോൾ തന്നെ ഈ 6 വയസ്സുള്ള അങ്ങനെ ചാടാൻ തുടങ്ങും. അല്ലേ? ഇപ്പൊ കിട്ടും മുട്ടായി, ചാടാൻ തുടങ്ങും. ഓൻ ആ ബൈക്കിന്റെ ഒച്ച കേട്ടപ്പോ തന്നെ കൊലായിൽ ഹാജറ. അല്ലേ? സന്തോഷം കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ബാപ്പ അകത്തേക്ക് കയറി കീശന്ന് 3 മുട്ടായി എടുത്ത് ഓന്റെ കയ്യിലായിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഒന്ന് ഇത്താത്തക്ക് കൊടുക്കണം, ഒന്ന് ഇക്കാക്കൊക്കെ കൊടുക്കണം, ഒന്ന് നിനക്കും. ഈ 3 കുട്ടികളും മുട്ടായി കിട്ടിയ സന്തോഷം കൊണ്ട് അവിടെ അകത്തേക്ക് പോയി. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പക്ഷേ ഒരു കുട്ടിക്ക് മുട്ടായി വാങ്ങിയപ്പോ ബാപ്പ മറ്റു 2 കുട്ടികളെ ഓർത്തു. അല്ലേ? ഓർത്തില്ലേ? പക്ഷേ ആ 3 കുട്ടികളെയും ഈ മനുഷ്യന് സമ്മാനിച്ച ഒരു പെണ്ണ പുരയിലുണ്ട്. അതിനയാൾ ഓർത്തോ? ഈ 3 എണ്ണം കിട്ടിയത് വെറുതെ അല്ലല്ലോ. ഇത് അങ്ങാടി പോയി പൈസ കൊടുത്ത് വാങ്ങിയല്ലോ, അല്ലല്ലോ. ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തല്ലോ. ഇതൊരു പെണ്ണ് പെറ്റതല്ലേ, 10 മാസം ചുമന്നതല്ലേ, ബാത്റൂമിൽ പോലും മര്യാദയ്ക്ക് ഇരിക്കാൻ കഴിയാതെ അവള് നിങ്ങൾക്ക് സമ്മാനിച്ചതല്ലേ. ആ പെണ്ണ് പുരയിലുള്ളത് നിങ്ങൾ ഓർത്തോ? ഇല്ല. ഈ കുട്ടികളൊക്കെ പോയി മൂപ്പരകത്തേക്കാണ് പോയി നേരെ ബാത്റൂമിലേക്ക് പോകും, മേല് കഴുകും, ഫോണായിട്ട് കൊലായിക്ക് വരും, ഒരു കാല് മേപ്പട്ട് കയറ്റിയേക്കും, ഇതിങ്ങനെ തോണ്ടും. അല്ലേ? ഇതാ അല്ല, നിങ്ങൾ തിരിച്ച് ചിന്തിച്ചു നോക്ക്. ഈ ബാപ്പ 3 മുട്ടായി വാങ്ങി പോക്കറ്റിൽ ഇട്ടപ്പോഴാണ് ബാപ്പ ഓർത്തത്, ഒരു പെണ്ണുണ്ട് വീട്ടില്, എന്നെ കാത്തിരിക്കുന്ന ഒരു പെണ്ണ്. അവള് വേറെ ആരും കാത്തിരിക്കല്ലോ, ഒരു പെണ്ണുണ്ട് വീട്ടില്. അല്ലേ? ബാപ്പ പറഞ്ഞു ബേക്കറിക്കാരനോട്, 3 മുട്ടായി തരി. എന്റെ പെണ്ണിന് ഏറ്റവും ഇഷ്ടം ഏതാ? അവക്ക് ഇഷ്ടം വൈറ്റ് ചോക്ലേറ്റ് ആണ്, മിൽക്കി ബാർ ആണ്. അപ്പൊ പറഞ്ഞു പീഡിയക്കാരനോട്, ഒരു മിൽക്കി ബാർ, 3 മഞ്ച് വാങ്ങിയിട്ട് കുപ്പായത്തിന്റെ പോക്കറ്റിലും ഒരു മിൽക്കി ബാർ വാങ്ങി
പാന്റിന്റെ പോക്കറ്റിൽ ഇട്ടിട്ട് ഈ ഭർത്താവ് പുരയ്ക്ക് വന്നു. മക്കൾ ഓടി വന്നു, മുട്ടായി കൊടുത്തു. അവര് മുട്ടായി കൊണ്ട് ഒരൊറ്റ പാച്ചില തിന്നാൻ വേണ്ടി അല്ലേ. അപ്പോ അകത്തേക്ക് കിടക്കുന്ന ഭർത്താവ് ഭാര്യന്റെ കൈ പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും ഒരു സലാമൊക്കെ പറഞ്ഞ് അകത്ത് കണ്ട് കയറുമ്പോ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് 5 ഉറുപ്പ്യന്റെ ഒരു മിൽക്കി ബാർ ഇങ്ങോട്ട് എടുത്തിട്ട് ഈ പെണ്ണിന്റെ കയ്യിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അനക്കും ഞാൻ വാങ്ങിയാണ്, എനിക്കറിയാം എനിക്ക് പൂതിയുണ്ട് എന്ന് വാങ്ങിന്. അതുകൊണ്ട് അടുക്കളയെ കൊണ്ട് ഈ കുട്ടികൾ കാണാതെ തിന്നോ, കുട്ടികൾ കണ്ടാൽ ഓൾക്ക് കൊടുക്കേണ്ടി വരും. ഈ മുട്ടായി ഇങ്ങോട്ട് കൈ കിട്ടുമ്പോൾ ഈ പെണ്ണിന്റെ മനസ്സിനകത്ത് ഉണ്ടാകുന്ന ഒരു തുടിപ്പിന്റെ പേരാക്കൂട്ടരെ സ്നേഹം ഇത് ഈരട്ടിങ്ങനെ കുത്തി ഉണ്ടാവുമോ? ഉണ്ടോ? ആ മുട്ടായും കൊണ്ട് ഓള് നേരെ അടുക്കളയ്ക്ക് പോയി അതിന്റെ പൊതി അഴിച്ച് ഒരു കഷ്ണം മിൽക്കി ബാർ എടുത്ത് നാവിൽ വെച്ച് അതിങ്ങനെ നാവിൽ അലിയുമ്പോ ഈ പെണ്ണിന്റെ അകത്ത് രൂപപ്പെടുന്നതിന്റെ പേരാ പരിഗണന എന്ന് നമ്മളെപ്പോഴും ചെയ്യല്ലോ. ഉണ്ടോ? അതിന് ഓർക്കല്ലോ. ഉണ്ടോ? അത് അടിച്ചു തരാനും തുടയ്ക്കാനും തീരുമാനമുള്ള ഒരു ജന്തു അല്ലേ? ഉണ്ടോ? ഇവിടെയാണ് പ്രശ്നം. ഇവിടെയാണ് പരിഗണന ലഭിക്കാതെ പോകുന്നത്. ആ പെണ്ണ് 5 ഉറുപ്പ്യന്റെ ഒരു മുട്ടായി നിങ്ങൾ വാങ്ങിക്കൊടുത്താൽ അന്ന് രാത്രി ബെഡ്റൂമിനകത്ത് ആ പെണ്ണ് ആ സ്നേഹം പ്രകടിപ്പിക്കും. ഇതോ ഒന്നുമില്ലല്ലോ, കച്ചറ തന്നെ കച്ചറ അല്ലേ? ഇതിന്റെ പേരാണ് പരിഗണന എന്ന്. തിരിച്ചിങ്ങനെ ആലോചിച്ച് നോക്ക്. ഭർത്താവ് വിളിച്ചു ഭാര്യയോട് പറഞ്ഞു, എന്താ പറഞ്ഞ്, എടി ഞാൻ കുറച്ച് വൈകും, നീ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വരിക, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ കുറച്ച് വൈകും. എത്ര മണിയാവും? ഒരു 11:30-12 ഒക്കെ ആവും. ഈ കിടന്നോ, ഞാൻ ഫോൺ ചെയ്യാം, അപ്പൊ എണീച്ച് വായിലൊന്നാ മതി. ഓക്കെ, റെഡി. ഇത് കേട്ടത് പാതി കേൾക്കാത്തത് പാതി. മക്കൾക്കൊക്കെ നേരത്തെ ഭക്ഷണം കൊടുത്ത് 9:00 തന്നെ ഈ പെണ്ണ് കിടന്നുറങ്ങി. 12 മണിക്ക് ഭർത്താവ് വന്നിട്ട് ഫോൺ ചെയ്തപ്പോ ആകെ ഉറങ്ങി തൂങ്ങി വായിലിറന്ന് വന്നാ. മറിച്ച് ഈ ഭർത്താവ് 12 മണിക്ക് വരും എന്ന് പറഞ്ഞപ്പോ ഈ പെണ്ണ് ഉറങ്ങാതെ കാത്തിരുന്നു എന്ന് വിചാരിക്കുക ഞങ്ങള്. ഉറങ്ങിയില്ല ഓള്. ഓളങ്ങനെ കുറച്ച് പ്രസംഗമൊക്കെ കേട്ട് എന്തെങ്കിലുമൊക്കെ കണ്ട് ആ സോഫ മേലാണ്ട് ഇരുന്ന് കുട്ടികളൊക്കെ ഉറങ്ങി നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഈ ഭർത്താവ് 12 മണിക്ക് വരുന്നത് കാത്തിരിക്കുക. അയാൾ ഫോൺ ചെയ്തതും ഓള് ഫോൺ എടുത്ത് ചോദിച്ചു, നിങ്ങൾ എത്തിയോ? ഞാൻ പുറത്തുണ്ട്, തുറക്ക് വാതില്. വാതിൽ ഇങ്ങോട്ട് തുറന്നുമ്പോ ഭർത്താവ് കാണുന്നത് എന്താ? ആകെ ക്ഷീണിച്ച് അവശനായി വരുന്ന ഭർത്താവ് കാണുന്നത് ഫ്രഷായ ഒരു ഭാര്യനെ. അയാൾക്കൊരു വല്ലാത്ത എനർജി ഉണ്ടാവും അല്ലേ? അയാൾ ചോദിച്ചു, നീ ഉറങ്ങിയില്ലേ? ഓള് പറഞ്ഞു, നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെ ഉറങ്ങുക? ഇതിന്റെ പേരാ പരിഗണന. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. നമ്മളുടെ എന്ത് കുടുംബം ആലോചിച്ച് നോക്ക് നിങ്ങള്. കെട്ടി പെട്ടു മക്കളായി, നീ ഇങ്ങനെ പോട്ടെ, 4 ടയറും പഞ്ചറാ, ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞു പോവുക അല്ലേ? ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവിടെ മക്കൾ നന്നാവും നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് കുടുംബം എന്നത് 3 ബന്ധങ്ങൾ ചേർന്നതാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം. ഇന്നു മുതൽ ഈ ഓഡിറ്റോറിയത്തിന്റെ പടികളിറങ്ങി വീടുകളിലേക്ക് തിരിച്ചു പോകുമ്പോ പഴയ പോലെയാവരുത്. ഇവിടുന്ന് കിട്ടിയ ബിരിയാണി, കുട്ടികളുടെ ഡാൻസ്, പാട്ട്, ഇതൊന്നും ആയിരിക്കരുത് നിങ്ങളുടെ കുടുംബം ഇവിടുന്ന് കൊണ്ടുപോവേണ്ടത്. എൻ്റെ കുടുംബത്തിനകത്ത് കൃത്യമായൊരു മാറ്റമുണ്ടാകും എന്ന് വലിയ ഒരു പ്രതിജ്ഞ ചെയ്താവണം ഈ ഓഡിറ്റോറിയം വിട്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇറങ്ങേണ്ടത്. റബ്ബ് സുബ്ഹാനഹു തആല ഏറ്റവും മികച്ച ബന്ധമാക്കി, ഇഹലോകത്തും പരലോകത്തും ഒരുമയുള്ള ബന്ധമാക്കി നമ്മുടെ ബന്ധത്തെ മാറ്റുമാറാവട്ടെ. നാം ഏവരെയും ഇതുപോലെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയത്തിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.